ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവരും ജപിക്കൂ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോന്മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ ജയ ശ്രീ രാധേശ്യാം. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. എൻ്റെ പേര് നിങ്ങൾക്ക് അറിയുണ്ടാവില്ല അധികം പേർക്കും. എൻ്റെ പേര് സുദർശന എന്നാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ കൊടകര അടുത്ത് പന്തല്ലൂരാണ് ഞങ്ങളുടെ സ്ഥലം. അപ്പോൾ ഭഗവാന്റെ അത്യത്ഭുതമായിട്ടുള്ള ഒരു കാരുണ്യം കൊണ്ടാണ് ഇത്ര ദൂരെ ഈ ഒരു ക്ഷേത്രത്തിൽ എത്തിപ്പെടാനായിട്ട് സാധിച്ചത്. അതുപോലെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ഇവിടെ ഊരകത്തമ്മയുടെ ഒരു സാന്നിധ്യം ഉണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങളുടെ തൊട്ട് അടുത്ത് തന്നെയാണ് ഊരകത്തമ്മ തിരുവടിയുടെ ക്ഷേത്രം. ഇവിടെ വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച അവിടെ അമ്മയുടെ അടുത്ത് പോയിട്ട് അവിടെ അനുഗ്രഹം കൂടെ വാങ്ങിയിട്ടാണ് ഇവിടേക്ക് എത്തിയത്. അപ്പോൾ ഇത്രയും ഒരു അകലത്തിൽ കിടക്കുന്ന ഒരു സ്ഥലത്ത് എത്തിപ്പെടുക എന്ന് വിചാരിച്ചാൽ അത് ഭഗവാന്റെ അത്യത്ഭുതമായ കാരുണ്യം അല്ലാണ്ട് വേറെ ഒന്നുമല്ല. കാരണം അങ്ങനെ അറിയപ്പെടുന്ന വലിയ ഒരു പ്രഭാഷകയോ ഭാഗവതത്തിലെ അങ്ങനെ ഒരു പ്രഗത്ഭയൊന്നുമല്ല ഞാൻ നിങ്ങളെപ്പോലെ ഓരോരുത്തരെ പോലെയും സാധാരണ ഒരു വീട്ടമ്മയാണ്. ഒരു ഗുരുവായൂരപ്പൻ്റെ കഥ പറയാൻ ഒരുപാട് കൊതിച്ച് നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭഗവാൻ ഇതുപോലെ ഓരോ വേദികളിലിരുത്തി കഥ പറയിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് എത്രയോ മഹാത്മാക്കളായിട്ടുള്ള ആചാര്യന്മാർ പണ്ഡിതന്മാരൊക്കെ ഉണ്ടെങ്കിലും ഇവിടുത്തെ ഭഗവാന് വിളിക്കാൻ തോന്നിപ്പിച്ചത് തന്നെയാണെന്നുള്ളത് ഭഗവാന്റെ കാരുണ്യം. ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചത് നമ്മൾ പറയും വലിയ വലിയ സദസ്സുകളിലിരുന്ന് ധാരാളം ജനങ്ങളുടെ ഇടയിലിരുന്ന് കഥ പറയുന്നേക്കാളും ഒരുപാട് സന്തോഷം നാട്ടിൻപുറത്ത് ഇതുപോലെ ആ ഭഗവാനോട് ചേർന്നിരിക്കുന്ന കുറച്ച് പേരുടെ അടുത്തിരുന്ന് ആ ഭഗവാന്റെ കാരുണ്യത്താൽ കഥ പറയാൻ സാധിക്കാൻ വെച്ചാൽ അതൊരുപാട് പുണ്യം തന്നെയാണ്, മുജ്ജന്മ സുഹൃതം തന്നെയാണ്. അത് ശരിക്കും ഒരു അനുഭവം തന്നെയാണ്. അതും തിരുവോണ ദിവസം ഞങ്ങളുടെ ഗ്രാമത്തിൽ അവിടെ മുല്ലോർലി മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്. അപ്പോൾ കുറച്ച് ഒരു 2-3 വർഷമായിട്ട് അവിടെ നാമജപം. ഞാൻ ആദ്യം കോഴിക്കോടായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് തൊട്ടിട്ട് ഞാൻ പറയാറുണ്ട് ഇവിടെ നാമജപം വേണം, സപ്താഹം നടത്തണം എന്നൊക്കെ. പക്ഷെ അന്നൊന്നുമല്ല ഭഗവാന്റെ നിയോഗം. ഒരു 2-3 വർഷമായിട്ട് കോവിഡിന് ശേഷം ഞങ്ങൾ നാമജപിക്കാറുണ്ട് എല്ലാ വ്യാഴാഴ്ചയും. എല്ലാ മാസവും തിരുവോണോട്ടിന് അവിടെ സത്സംഗം പ്രഭാഷണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്
അങ്ങനെ എല്ലാവരും എല്ലാ ഭാഗത്തും ഇരിക്കണം. കാരണം എനിക്കിങ്ങനെ നോക്കാനൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടുന്ന് വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഞങ്ങളുടെ അവിടെയും തിരുവോണൂട്ടാണ്, അപ്പോൾ അത് മുടക്കാൻ പറ്റില്ലല്ലോ, ഞാൻ അവിടെ എല്ലാ ദിവസവും നാമജപം സത്സംഗം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ ഇവിടുത്തെ ചരിത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ അത് ഭഗവാന്റെ നിയോഗം തന്നെയാണ് എന്ന് തീർച്ചയായിട്ടും അത് ബോധ്യപ്പെട്ടത് കൊണ്ട് മുല്ലോർലി തേവരുടെ അടുത്ത് നിന്നും അവിടെ നിന്നും അനുവാദം വാങ്ങിയിട്ടാണ് ഇന്നൊരു ദിവസം തിരുവോണ ദിവസം ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാം അനുകൂലമാക്കിയിട്ട് ഭഗവാൻ തന്നു. അനുകൂല സാഹചര്യത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സ് നിറഞ്ഞ ആ ഒരു സാന്നിധ്യവും പ്രാർത്ഥനയും ഉണ്ടായാൽ ഇന്ന് ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഒക്കെ ഭഗവാൻ തന്നെ വന്ന് പറയണതാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഭാഗവതമൊന്ന് വായിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് അപ്പം തോന്നും ഞാൻ ചെയ്യുകയാണ് എന്നുള്ളൊരു ഭാവം. ഞാനല്ലേ വായിക്കണേ, ഞാൻ വായിക്കുമ്പോൾ തെറ്റുമെന്ന്. പക്ഷെ കഥ പറയുമ്പോൾ, ഭഗവാനെ പറ്റി പറയുമ്പോൾ ഒരിക്കലും ആ ഒരു ഭാവം ഉള്ളിലുണ്ടാവാറില്ല. കാരണം പൂർണ്ണമായിട്ടും എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ പറയണത് ഞാനല്ല, ഭഗവാന്റെ ആ വാക്കുകളാണ്. ആ ഭഗവാൻ അക്ഷരബ്രഹ്മമായിട്ട് വരണതാണ്. അപ്പോൾ എന്തൊക്കെയാണോ ഇവിടെ പറയണത് അത് മുഴുവൻ ഈശ്വരേച്ഛ മാത്രമാണ്. ഞാനായിട്ട് ഇവിടെ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് പറയണം ഇത് പറയണം എന്നൊക്കെ പറഞ്ഞാലും എന്താണ് പറയേണ്ടതെന്ന് തീരുമാനിക്കുന്ന ആള് നമ്മുടെ ഭഗവാനാണ്. ഇവിടെ ആഹ്ലാദപ്രിയനായിട്ടുള്ള നരഹരി നരസിംഹമൂർത്തിയാണ്. അതും ബാലനരസിംഹമാണ് ഇവിടെ നിന്ന് സങ്കല്പം, അല്ലേ? അങ്ങനെ പറയണം, ബാലനരസിംഹം എന്നല്ലേ പറയണത്. അപ്പോൾ ആ ബാലനരസിംഹം എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടോ? ബാലനരസിംഹം നമ്മളാകെ കൂടി ആ നരസിംഹാവതാരത്തിന് ഒരവതാരം മാത്രമാണ് നരസിംഹമായിട്ട് വന്നിട്ടുള്ളത്. അത് ബാലനായിട്ടൊന്നുമല്ല വന്നേ. സാക്ഷാൽ ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോന്മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. ആ അത്രയും അത്യത്ഭുതമായിട്ട് ഉഗ്രരൂപത്തിൽ ആ ഹിരണ്യകശിപുവിൻ്റെ നേർക്ക് വന്ന് ആ തൂണിൻ്റെ ഉള്ളിൽ, അല്ലെ ഭക്തൻ്റെ വാക്ക് സത്യാക്കാൻ ഈ തൂണിലും ഞാൻ കാണണോ എന്ന് പറഞ്ഞപ്പോൾ വന്ന രൂപമാണ്. ആ അത്യത്ഭുതമായിട്ടുള്ള അതിഭയാനകമായിട്ടൊരു രൂപം. ആർക്കൊക്കെയാണ് ഭയം ഉണ്ടായത്? ദേവന്മാർക്കൊക്കെ ഭയം ഉണ്ടായി, ഹിരണ്യകശിപുവിന് ഭയം ഉണ്ടായി. അവരാണ് ആ നരസിംഹരൂപത്തെ കാണുന്നത്. പക്ഷേ പ്രഹ്ലാദന് ഭയം ഉണ്ടായില്ല. എന്തേ പ്രഹ്ലാദന് ഭയം ഉണ്ടാവാഞ്ഞ്? പ്രഹ്ലാദനൊരു കൊച്ചുകുട്ടി, 6 വയസ്സ് 7 വയസ്സായിട്ടേ ഉള്ളൂ. ഇങ്ങനൊരു രൂപം കണ്ടാൽ ആർക്കാ ആദ്യം ഭയം ഉണ്ടാവേണ്ടത്? പ്രഹ്ലാദനാണ്, അല്ലെ? കുട്ടികൾക്കല്ലേ പേടി ഉണ്ടാവുക. പക്ഷേ പ്രഹ്ലാദനൊരു പേടി ഉണ്ടായില്ല. കാരണം പ്രഹ്ലാദൻ അവിടെ കണ്ടത് സാക്ഷാൽ ശ്രീഹരിയാണ്. എവിടെ നിൻ്റെ നാരായണൻ, എവിടെ നിൻ്റെ ശ്രീഹരി എന്ന് ചോദിച്ചപ്പോൾ അതായി തൂണിലുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ എപ്പോഴാണോ ഹിരണ്യകശിപു വരം വാങ്ങിയത്, രാത്രി കൊല്ലരുത്, പകല് കൊല്ലരുത്, മനുഷ്യനാവരുത്, മൃഗമാവരുത്, അത് ആയുധം കൊണ്ടാവരുത്, ജീവനുള്ളതുകൊണ്ടാവരുത്, ജീവനില്ലാത്തതുകൊണ്ടാവരുത് എന്നെല്ലാം വരം വാങ്ങിയപ്പോൾ തൊട്ട് ആ ഒരു രൂപത്തിനെ മനസ്സിൽ സങ്കല്പിച്ച് അവരുടെ മനസ്സിൽ മനുഷ്യനും മൃഗമല്ലാത്തൊരു രൂപം, ആ മനുഷ്യൻ്റെ ശക്തമായ ശരീരവും, ആ മൃഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആ സിംഹത്തിൻ്റെ ഭാവമാണ്, അല്ലേ? ഏറ്റവും വലിയ ക്രൗര്യമുള്ള സിംഹമല്ലേ? അതൊക്കെ കൂടെ സങ്കല്പിച്ചുണ്ടാക്കിയവർ. അപ്പോൾ ഭാവഗ്രാഹി ജനാർദ്ദന എന്നാണ്. നിങ്ങൾ ഏത് രൂപത്തിൽ എന്നെ സങ്കല്പിക്കണോ ആ രൂപത്തിൽ വരാം. രൗദ്രഭാവത്തിലാണോ നിങ്ങൾ സങ്കല്പിക്കണേ വരാം. അപ്പോൾ അവർക്കൊക്കെ ആ ഭാവത്തിൽ, കാരണം അവരൊക്കെ അങ്ങനെയാണ് കണ്ടത്. പക്ഷേ പ്രഹ്ലാദൻ ഒരിക്കലും അങ്ങനെ കണ്ടില്ല. പ്രഹ്ലാദൻ കാണുന്നത് സാക്ഷാൽ ആ നാരായണനെയാണ്. ആ നാരായണന് കാരുണ്യം മാത്രമേ ഉള്ളൂ. ഭഗവാൻ ഒരു മുഖം മൂടി അണിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, ഭക്തന്മാരുടെ ആ ആഗ്രഹത്തിനെ സത്യാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു വലിയ രൂപം. പിന്നെ കൊച്ചു ബാലനരസിംഹ എവിടുന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ അതും ഭക്തരുടെ മനസ്സിലാണ്. ആന്ധ്രാപ്രദേശത്തിൽ ഒരു ബാലനരസിംഹ ക്ഷേത്രത്തിനെ പറ്റിയിട്ട് അറിയേണ്ടായി. അതും ഒരു അമ്മയുടെ ഭക്തിയാണ് അവിടെ.
ആ ഒരു അമ്മ അവിടെ വളരെയധികം ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു. ദാരിദ്ര്യം കൊണ്ട് ദുഃഖം കൊണ്ടും ബുദ്ധിമുട്ടിയിട്ട് പല ദിക്കിലും പട്ടിണി മരണങ്ങൾ എന്നൊക്കെ കേട്ടപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സങ്കടമായി. ആ ശ്രീകൃഷ്ണ ഭക്തിയായിട്ടുള്ള അമ്മ എപ്പോഴും പ്രാർത്ഥിക്കും, ദുരിതത്തിൽ നിന്ന് രക്ഷിക്കാൻ വരണേ വരണേ, ഈ ഗ്രാമത്തെ രക്ഷിക്കാൻ വരണേ 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 എന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ അമ്മയുടെ ജോലി എന്താണെന്ന് വിചാരിച്ചാൽ പാലും തൈരും വെണ്ണയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് വിൽക്കുക എന്നുള്ളതാണ്. പശുവാണ്, പശു പരിപാലനമാണ് അവിടെ ഉള്ളത്. അപ്പോൾ വലിയ പാത്രത്തിൽ ഇരുന്ന് തൈര് കടയണു. ആ തൈര് കടഞ്ഞുകൊണ്ടിരിക്കണ സമയത്ത് കടകോല് നീങ്ങണില്ല, എന്തിലോ തടയണ പോലെ. അതെന്താ എന്ന് വിചാരിച്ചാൽ നോക്കുമ്പോൾ പിന്നെയും ഒന്നും കാണാനില്ല. ഇങ്ങനെ കടകോല് ചുറ്റിച്ച് നോക്കുമ്പോൾ ഒന്നും കാണില്ല. കടയുമ്പോൾ അത് തടയുക. അങ്ങനെ ആയിട്ട് അവരുടെ ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് തൈര് കടയാൻ സാധിക്കണില്ല. അപ്പോൾ ഈ തൈര് കടയുമ്പോഴും അവർ നാമം ജപിച്ചുകൊണ്ട് തന്നെയാണ് തൈര് കടയണത്. അങ്ങനെ അവസാനം ആ തൈരിൻ്റെ ഉള്ളിൽ നിന്ന് അവർക്ക് ഒരു നരസിംഹമൂർത്തിയുടെ സാളഗ്രാമം, അതും ചെറിയ കുഞ്ഞു പ്രായത്തിൽ ഉണ്ണികൃഷ്ണനെയാണ് ഈ അമ്മ മനസ്സിൽ കാണുന്നത്. അപ്പോൾ ആ ഉണ്ണികൃഷ്ണനോടാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ആ ഉണ്ണികൃഷ്ണൻ കുഞ്ഞു ഉണ്ണിയായിട്ട് ആ ബാലനരസിംഹമായിട്ട് അവിടെ വന്നു. അതിന് തിരകൊണ്ട തിരകൊണ്ടാന്ന് അവരുടെ ആ തൈര് കലക്കണതാണ്. അതാണ് തിരകൊണ്ട എന്ന് പറയുന്നത്. തൈർക്കലം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രകടമായതുകൊണ്ട് തിരകൊണ്ട നരസിംഹമൂർത്തി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ആന്ധ്രാപ്രദേശത്തിൽ നമ്മുടെ തിരുപ്പതി ഭഗവാന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ ബാലനരസിംഹത്തിൻ്റെ ഒരു സങ്കല്പം വരാനുണ്ടായ ഒരു കാരണം എന്താണ് എന്ന് ഒരു കഥ, അതായത് ഒരു പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യം എന്താണെങ്കിൽ, ഇവിടെയും അതുപോലൊരു അമ്മയാണ്, അമ്മയുടെ ഒരു പ്രാർത്ഥനയാണ്. അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ബാലനരസിംഹമായിട്ട് വന്നത്. ആ അമ്മയെപ്പറ്റി പറഞ്ഞാൽ ഇവിടെ എല്ലാവരും അറിയും. കുറൂരമ്മ, കുറൂരമ്മയെ പറ്റി കേൾക്കാത്തവരാരും ഇല്ല അല്ലേ? ആ കുറൂരമ്മ ഒരിക്കൽ കുറൂരില്ലത്തേക്ക് ഒരു കള്ളൻ വന്നു മോഷ്ടിക്കാനായിട്ട്. വലിയ ഇല്ലങ്ങളൊക്കെ എവിടെയാണ്, ആളില്ലാത്തതൊക്കെ എവിടെയാണെന്ന് നോക്കി ഒക്കെ നടക്കുകയാണ് അയാൾ. അപ്പോൾ ആ മോഷ്ടിക്കാൻ വന്നത് ഒരു ഭിക്ഷക്കാരൻ്റെ രൂപത്തിലാണ് വന്നത്. ഒരു തമിഴ് ഭിക്ഷക്കാരൻ്റെ രൂപത്തിൽ വന്നിട്ട് തമിഴിൽ പറഞ്ഞു, അമ്മ പശുക്കതമ്മ, എന്തെങ്കിലും ഭക്ഷണം തരണം അമ്മ എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ കുറൂരമ്മയ്ക്ക് വരണവരൊക്കെ അതിഥി ദേവോ ഭവ എന്നാണ്. ഭാവം തോന്നി, വരൂ, കാലും മുഖം കഴുകി ഇരുന്നോളൂ, തരാം എന്ന് പറഞ്ഞു. അങ്ങനെ കുറൂരമ്മ അവിടെ എന്ത് കൊടുക്കുമ്പോഴും ആ ബാലഗോപാലന് നൈവേദ്യമായിട്ട് വെച്ച അവിടെ ചോറൊക്കെ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും ഭഗവാന് നൈവേദ്യമാണ്. അവിടെ ആ പൂജാമുറിയിൽ കൊണ്ട് വയ്ക്കും. എന്നിട്ട് അത് എന്തുണ്ടെങ്കിലും അവിടെയാണ് ഭഗവാന് നിവേദിച്ചിട്ടേ കൊടുക്കുള്ളൂ. അപ്പം അമ്മ അവിടെ ആ പൂജാമുറിയിൽ പോയിട്ട് അവിടുന്ന് ഭക്ഷണം എടുക്കാൻ പോയപ്പോൾ ഈ കള്ളൻ ഇങ്ങനെ പുറമേ ഉള്ള ആ ചൂട്ടഴിക്കൂടെ നോക്കുമ്പോൾ ആ ബാലഗോപാല വിഗ്രഹവും അതിൽ ധാരാളം ചാർത്തിയിരിക്കണ ആഭരണങ്ങളൊക്കെ കണ്ടു, സ്വർണ്ണാഭരണങ്ങളൊക്കെ കണ്ടു. അത് കണ്ടപ്പോൾ എന്തായാലും ഇവിടെ തന്നെ മോഷ്ടിക്കാൻ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറൂരമ്മയാണെങ്കിലും അധികം പ്രായമൊന്നും ആവാത്ത സമയമാണ്, ചെറുപ്പമാണ്, വളരെ ചെറുപ്പത്തിൽ വിവാഹം കഴിഞ്ഞതാണ് കുറൂരമ്മയ്ക്ക്. അപ്പം അങ്ങനെ വളരെ ചെറുപ്പത്തിൽ വിവാഹം കഴിഞ്ഞ കുറൂരമ്മ അധികം പ്രായമായിട്ടില്ല. അപ്പം അതും ആ കള്ളൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമായി, ആ ഒരു ശരീരത്തിനെ മോഹിച്ചു. ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു, ഇവിടെ ആരാ ഉള്ളത്? അമ്മ മാത്രമാണോ ഉള്ളത്? അമ്മ പറഞ്ഞല്ല, ബാലഗോപാലനുണ്ട് എന്ന് ചോദിച്ചു. എനിക്ക് ബാലഗോപാലൻ മാത്രമേ ഉള്ളൂ, എന്നും ബാലഗോപാലൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കേട്ട കള്ളൻ വിചാരിച്ചത് എന്താ, അവരുടെ മകനൊറ്റയാവും ബാലഗോപാലൻ എന്ന് ധരിച്ചു. അയാൾ തിരിച്ചു പോയി. രാത്രി ഇപ്പോൾ ആ സ്വർണം മോഷ്ടിക്കണം, അവിടുന്ന് എന്തെങ്കിലും വാങ്ങണം എന്നുള്ളേക്കാളും കൂടുതൽ ആഗ്രഹം അയാൾ മനസ്സിൽ വെച്ചത് കുറൂരമ്മയാണ്. ആ സമയത്ത് ആ ഉണ്ണിക്കുട്ടനായിട്ട് കുറൂരമ്മയുടെ അടുത്ത് ശ്രീ ഗുരുവായൂരപ്പൻ ഉള്ള സമയമാണ്. അവിടെ പശുവിനെ മേയ്ക്കാനൊക്കെ ആയിട്ട് വരണ ഒരു കുട്ടിയെപ്പോലെ, അടുത്ത ഇല്ലാത്തൊരു ഉണ്ണിയെപ്പോലെ കൂടെ ഉണ്ടായ സമയത്താണ്. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ ആ ബാലഗോപാല രൂപത്തിൽ വന്ന് അമ്മോട് പിണങ്ങി നിൽക്കുക. അപ്പോൾ അമ്മ ചോദിച്ചു, എന്തിനാ ഉണ്ണി ഇങ്ങനെ പിണങ്ങി നിൽക്കണത്?
ഉണ്ണിക്ക് എന്താ അത്ര വിഷമം ഉണ്ടായേ, ഉണ്ണിക്ക് എന്താ വേണ്ടത് പാല്. അപ്പം ഞാൻ ആ പ്രസാദമൊക്കെ എടുത്തിട്ട് ആ ഭിക്ഷക്കാരന് കൊടുത്തത് കൊണ്ടാണോ എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കണ്ണൻ അപ്പോഴും മിണ്ടണില്ല. എന്താണെന്ന് ചോദിച്ചിട്ട് മിണ്ടണില്ല, നിൽക്കുക. പിന്നെ നോക്കിയപ്പോൾ കണ്ണൻ്റെ മുഖം തിരിച്ചു നോക്കിയപ്പോൾ വല്ലാത്ത കോപം, ദേഷ്യപ്പെട്ടിട്ട് കണ്ണനെ കണ്ടിട്ടേ ഇല്ല, എപ്പോഴും ചിരിച്ചിട്ടാണ്. ഇത് എന്തേപ്പാ ഇങ്ങനെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അമ്മ ആരാ അവിടെ വന്നു പോയത്? അപ്പോൾ അതൊരു ഭിക്ഷക്കാരനാ കുഞ്ഞെ, അതിനെ വിശന്നിട്ട് വയ്യ അതുകൊണ്ട് വന്നതാ. അമ്മ എന്തിനാ പറഞ്ഞേ ഇവിടെ ആരില്ല, ഇവിടുത്തെ വിശേഷമൊക്കെ എന്തിനാ പറയണേ, ആഹാരം കൊടുത്ത് പറഞ്ഞയച്ചാൽ പോരെ, അയാൾ അത്ര നന്നാന്ന് തോന്നണില്ല കേട്ടോ എന്നാണ് പറയണേ. അങ്ങനെ പറഞ്ഞേ അങ്ങനെയൊന്നും ഇല്ല ഉണ്ണി, ആരും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സത്യമല്ലേ പറഞ്ഞത്, എനിക്ക് എൻ്റെ ബാലഗോപാലനുണ്ട്, എനിക്ക് ഒരു ഭയമില്ല ബാലഗോപാലനുള്ളപ്പോൾ, ബാലഗോപാലൻ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ അയാൾ എനിക്ക് തോന്നുന്നു അയാൾ രാത്രി ഇവിടെ വന്ന് മോഷ്ടിക്കാൻ വന്ന ഏതൊരു കള്ളനാണെന്നാട്ടോ എനിക്ക് തോന്നണേ. അതുകൊണ്ടേ ആ അമ്മ ഈ ഒരു അമ്മ പറഞ്ഞത് ശരിയായില്ല, അമ്മ ഒറ്റയ്ക്കാണെന്ന്, അയാൾ വരുമോ എന്ന് ഭയം തന്നെ കുട്ടിക്ക്. അങ്ങനെ കഴിഞ്ഞു. സന്ധ്യ ആയപ്പോൾ പറഞ്ഞു ഇന്ന് ഞാൻ എൻ്റെ ഇല്ലത്തേക്ക് പോകണില്ല. അപ്പോൾ ഉണ്ണി കുട്ടനെ അന്വേഷിക്കില്ലേ ഇല്ലത്തുള്ളവർ? ഇല്ല, ഞാൻ കുറൂരമ്മയുടെ അടുത്ത് കിടക്കുകയെന്ന് അവർക്കറിയാം എന്ന് പറഞ്ഞതാ. അന്ന് ആ ബാലഗോപാലൻ കുറൂരമ്മയുടെ അടുത്ത് യശോദാമ്മയുടെ പോലെ ആ കുറൂരമ്മയെ കണ്ട് ആ സ്നേഹവാത്സല്യങ്ങളെ ഏറ്റുവാങ്ങാനാണ് ആ ബാലഗോപാലൻ ഒരു ഉണ്ണിയായിട്ടിങ്ങനെ പ്രകടമായിട്ടിങ്ങനെ നിൽക്കണത്. വില്ലുമംഗലം സ്വാമിയാർ ആ സത്യം തിരിച്ചറിഞ്ഞിട്ട് കുറൂരമ്മയുടെ അടുത്ത് പോയി പറയാൻ പറഞ്ഞു അരുത്, എനിക്ക് ആ യശോദാമ്മയെപ്പോലെ ആ കുറൂരമ്മ സ്നേഹിക്കുന്നത്, ആ സ്നേഹം ഏറ്റുവാങ്ങാനാണ് ഞാൻ കൂടെ ഉള്ളതെന്ന്. അങ്ങനെ രാത്രിയായപ്പോൾ പറഞ്ഞു ഞാൻ ഇന്നേ അകത്താറയിൽ കിടക്കണില്ല കേട്ടോ അമ്മേ, ഞാൻ നമ്മുടെ കൂടെയാണ് കിടക്കണേ, എനിക്ക് ഭയമാവുക, ആ കള്ളം വരുമോ എപ്പോഴും ഭയപ്പെട്ട് ഇത് ചോദിക്കുകയാണ്. അപ്പം അമ്മയ്ക്കും ഭയമായി, കുട്ടിക്ക് ആദ്യം പിടിച്ചിട്ട് വല്ല വയ്യായം വരുമോ എന്താന്നുള്ളത്. അങ്ങനെ ചോദിക്കണ സമയത്ത് പറഞ്ഞു ഇല്ല ഉണ്ണി പേടിക്കേണ്ട, എൻ്റെ കൂടെ കിടന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയും കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ എനിക്ക് പേടിയാവണു എന്ന് പറയുമ്പോൾ കുറൂരമ്മ പറഞ്ഞു കൊടുക്കും പേടിക്കണ്ട കേട്ടോ, ഞാനൊരു മന്ത്രം ചൊല്ലിത്തരാം, അത് കേട്ട് കണ്ണടച്ച് കിടന്നോളൂ, എല്ലാ പേടിയും മാറും എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കണു. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോന്മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമമ്യഹം. അപ്പോൾ ഒന്നും അറിയാത്ത പോലെ ഉണ്ണിക്കണ്ണൻ കുറൂരമ്മയുടെ അടുത്ത് ചോദിക്കുക അതെന്താ അങ്ങനെ പറഞ്ഞ അമ്മേ, അത് ആരുടെ മന്ത്രമാണ്, എന്ത് മന്ത്രമാണ്? അപ്പോൾ പറയും അത് നരസിംഹമൂർത്തിയുടെ മന്ത്രമാണ് ഉണ്ണി, അതാ ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോന്മുഖം, ആ സർവ പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന അത്യുഗ്രമായിട്ടുള്ള തേജസ്സോടു കൂടിയിട്ട് ആ ജ്വലിക്കുന്ന അഗ്നിജ്വാല പോലെ ജ്വലിക്കുന്ന ഭാവത്തോടു കൂടിയിട്ട് ഉഗ്രമായിട്ട് ഘോരമായിട്ട് നിൽക്കുന്ന ആ നരസിംഹമൂർത്തി. അവരിതാ ആർക്കാണ് അങ്ങനെ നിൽക്കുന്നത്? ശത്രുക്കൾക്കൊക്കെയാണ് അങ്ങനെ നിൽക്കുന്നത്. അതായത് ആരാണോ തെറ്റ് ചെയ്യുന്നത് അവരുടെ മുമ്പിലൊക്കെ അങ്ങനെയാണ്, അല്ലാത്തവർക്കോ ഭദ്രം, അവർക്കൊക്കെ ഭദ്രം നൽകണു, ഭയത്തെ ഇല്ലാണ്ടാക്കണു. അപ്പോൾ ഏത് വിധത്തിലൊക്കെ ഭയം വരണു ആ ഭയത്തെയൊക്കെ മാറ്റാൻ ഈ നരസിംഹമൂർത്തിയെ പൂജിച്ചാൽ മതി എന്ന് പറയണം. അപ്പോൾ ആ ഭയത്തിന് വേണ്ടിയിട്ട്, ഭയം ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ടാണ് നരസിംഹമൂർത്തിയെ പൂജിച്ചാൽ മതി, നാമം ജപിച്ചാൽ മതി. എന്ത് ഭയം വന്നാലും ഈ ഒരു നാമം ജപിച്ചാൽ എല്ലാ ഭയവും ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയെ കെട്ടിപ്പിടിച്ച് അവിടെ കിടന്നുറങ്ങണു. അങ്ങനെ ആ ഉറങ്ങുന്ന സമയത്ത് കണ്ണനറിയാം കള്ളനായിട്ട് വരും എന്നുള്ളതൊക്കെ ഉറപ്പുണ്ട്. ആ വാതിൽ തുറക്കാനായിട്ട് എവിടെയാണ് ഇതിലെ ഉള്ളിൽ കിടക്കണം എന്നുള്ള ആ ലക്ഷ്യത്തോടു കൂടിയിട്ട് ഉച്ചയ്ക്ക് ഭിക്ഷക്കാരനായിട്ട് വന്ന കള്ളൻ അകത്തേക്ക് കയറാൻ നോക്കണ സമയത്ത് പെട്ടെന്ന് ആ ഇല്ലത്തിൻ്റെ വാതിൽ തുറന്നു. ആ കള്ളൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു കൊച്ചു കുട്ടിയാണെന്ന് ആദ്യം തോന്നി. പിന്നെ നോക്കിയപ്പോൾ ഒരു മനുഷ്യനല്ല, മൃഗമല്ലാത്ത ആ കുഞ്ഞു നരഹരി രൂപം ഉറക്കെ അങ്ങോട്ട് അലറി മുന്നിലേക്ക് അങ്ങോട്ട് എടുത്ത് ചാടിയപ്പോൾ ആ കള്ളനാകെ മോഹാത്സ്യപ്പെട്ട് വീണ് പേടിച്ച് ഓടിപ്പോയി.
പേടിച്ച് ഓടിപ്പോയി കഴിഞ്ഞപ്പോൾ ആ ആ വാതിൽ തന്നെ അടഞ്ഞു. പെട്ടെന്ന് ഈ സമയത്ത് കുറൂരമ്മ സ്വപ്നം കാണുകയാണ്. ഇതുപോലെ ആ കള്ളൻ ഇങ്ങനെ വരണു. ആ ഉണ്ണിക്കുട്ടൻ എന്താ ചെന്നിട്ട് നരസിംഹമൂർത്തിയുടെ രൂപത്തിൽ ബാലനരസിംഹമായിട്ട് ചെന്ന് പേടിപ്പിച്ച് ഓടിക്കണു. സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു അമ്മ. അപ്പോൾ അമ്മയുടെ ആ നെഞ്ചോട് ചേർന്ന് ഒരു കള്ള പുഞ്ചിരിയോട് കൂടിയിട്ട് ആ ഉണ്ണി അവിടെ കിടക്കണുണ്ട്. അങ്ങനെ ആ നരസിംഹമൂർത്തി ഭാവം, ബാലനരസിംഹ രൂപം ആ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ കൈക്കൊണ്ടതാണ്. അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ ഉണ്ണി പറഞ്ഞു, അമ്മേ ഞാൻ സ്വപ്നം കണ്ടു, അങ്ങനെ കള്ളൻ വന്നു. അപ്പോൾ ഞാൻ എണീറ്റ് ചെന്നിട്ട് ഇങ്ങനെ ഒച്ചയെടുത്തപ്പോൾ ആ കള്ളൻ ഓടിപ്പോയി എന്നൊക്കെ ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അമ്മ അത്ഭുതപ്പെട്ട് നോക്കി. അമ്മയും കണ്ട സ്വപ്നമാണ്. കുറച്ച് കഴിയുമ്പോൾ നാട്ടിലുള്ള പലരും ആരോ ഒരു കള്ളൻ കയറി എന്നുള്ള സ്വപ്നം കണ്ടു വന്നു. അവസാനം ആ കള്ളനും വന്ന് സംസ്ഥാപരാധം പറഞ്ഞു അത്രേ. അന്ന് മുതൽക്കാണ് കുറൂരമ്മയുടെ അടുത്ത് ഗുരുവായൂരപ്പൻ എപ്പോഴും പ്രത്യക്ഷമായിട്ടുണ്ട് എന്ന് നാട്ടുകാർക്കൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. അങ്ങനെ ആ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ബാലനരസിംഹ രൂപത്തിൽ പ്രകടമായതെന്ന് പറഞ്ഞ് മഹാത്മാക്കൾ പറഞ്ഞ് അനുസ്മരിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും ആ കുറൂരമ്മയുടെ ഒരു സാന്നിധ്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ശരിക്കും ഊരകത്തമ്മയുടെ സാന്നിധ്യം കൂടി ഉണ്ടായപ്പോൾ എനിക്ക് ശരിക്കും ഈ കഥ ഇവിടെ വന്ന് പറയണമെന്ന് തോന്നി. ഇന്നത്തെ ഒരു ദിവസം, തിരുവോണ ദിവസം, ആ ഓണം എന്ന് പറയണത് തന്നെ, തിരുവോണം എന്ന് പറയണത് തന്നെ ഏറ്റവും ഒരു അത്യത്ഭുതമായിട്ടുള്ള ഒരു ആഘോഷം തന്നെയാണ്. അപ്പം അങ്ങനെ ഈ ഒരു കഥയും കൂടി ഇവിടെ പറഞ്ഞിട്ട് ഓണത്തെപ്പറ്റി പറഞ്ഞ് കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞ് ആമുഖമായിട്ടേ ഉള്ളൂ കേട്ടോ. കുറച്ച് കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഭഗവാന്റെ ആ പാദത്തിൽ പറഞ്ഞതും കേട്ടതും ആയിട്ടുള്ളത് നമ്മുടെ ചിന്തകളും എല്ലാം സമർപ്പിക്കാം. എല്ലാം ഈശ്വരന് ആ പ്രേമ പുഷ്പാഞ്ജലിയായിട്ട് തന്നെ സമർപ്പിക്കാം. തിരുവോണത്തെ പറ്റിയിട്ട് കേൾക്കാത്തവരും അറിയാത്തവരും ഇല്ല. ഒരുപാട് മഹാത്മാക്കൾ ധാരാളം. ഇവിടെ പിന്നെ ആരൊക്കെ വന്ന് കഥ പറഞ്ഞിട്ടുണ്ടോ നിശ്ചയില്ല. അപ്പോൾ എനിക്കത്ര അറിയില്ല. ഞാൻ ആദ്യമായിട്ട് കേട്ട് വരണതാണ്. ഇവിടെ ഇതിനു മുമ്പ് പ്രഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ? അനിയൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതും സന്തോഷം. ഇവിടെയും പ്രഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ആ ഒരു ഭക്തി പ്രഭാഷണം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയൊന്നും കേൾക്കാനില്ല. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ ഇവിടെ വന്ന് ആ ഭഗവാന്റെ മുമ്പിൽ വന്നിട്ട് ഇന്നത്തെ ഒരു ദിവസത്തെ കൂടി അനുസ്മരിക്കാണ്ട് പോയാൽ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ തിരുവോണം അല്ലേ, നമ്മളൊക്കെ തിരുവോണം ആഘോഷിക്കുന്നുണ്ട്. ഇവിടെയും തൃക്കാക്കരയപ്പനെ വെച്ച് ഓണം ഭഗവാനെ പൂജിച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അറിയാത്തൊരു കാര്യമാണ് തിരുവോണത്തിൻ്റെ ശരിയായിട്ടുള്ള തത്വം എന്താണ്, തിരുവോണം എന്താണ്. നമ്മളെല്ലാവരും അധികം പേരും ആഘോഷിക്കണത് മഹാബലിയെ പൂജിച്ചിട്ടാണ് തിരുവോണം ആഘോഷിക്കണത്. നമ്മളൊക്കെ കേട്ട് പഠിച്ചതും അങ്ങനെയാണ്. മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പാടാത്ത ഒരു തിരുവോണം പോലും ഇല്ല. അതുപോലെ പഠിച്ചതും സ്കൂളിലൊക്കെ പഠിച്ചതും അങ്ങനെയാണ്. കേരളം ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു മഹാബലി എന്നൊക്കെ തുടങ്ങി നമ്മൾ പഠിച്ചിട്ടുണ്ട് പാഠപുസ്തകങ്ങളിൽ. പക്ഷേ അതല്ല പരമാർത്ഥം എന്നുള്ളത് അറിയണമെങ്കിൽ ഭാഗവതം തന്നെ പഠിക്കണം. ഭാഗവതത്തിലാണ് ആ ഒരു സന്ദേശം നല്ലോണം ഉള്ളത്. വാമനചരിതം ഭാഗവതം അഷ്ടമസ്കന്ധത്തിൽ 15 മുതൽ 21 വരെയുള്ള ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. ആ സമയം അതിലാണ് വ്യക്തമായിട്ട് വാമനചരിതം പറയണത്. ആ വാമനചരിതം പറയണത് ആ ഒരു ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അപ്പോൾ വാമനചരിതത്തിൽ പറയണത് അസുരന്മാർ ഇപ്പോൾ അമൃതകലശമൊക്കെ കിട്ടി ആ പാലാഴി മഥനൊക്കെ കഴിഞ്ഞതിന് ശേഷം
അസുരന്മാർ ദേവന്മാരും കൂടി ഇത് പാലാഴി മഥനം കഴിഞ്ഞു, അമൃതകലശമൊക്കെ കിട്ടി. അത് അമൃതമൊക്കെ അത് കഴിച്ചിരുന്നത് ആ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം ഉണ്ടായി. അതിൽ അസുരന്മാരെയെല്ലാം ദേവന്മാർ ജയിച്ചു. അതിനുശേഷം ആ ശുക്രാചാര്യരുടെ ആ കൃപ കൊണ്ട്, ശരിക്കും ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട്, എല്ലാവിധത്തിലും ആ ഗുരുനാഥൻ പറഞ്ഞതുപോലെ അനുസരിച്ചുകൊണ്ട് ബലിക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടായി. എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളുണ്ടായി. കുറേ അത്രയും എന്തെല്ലാം ഐശ്വര്യങ്ങൾ വന്നു ചേർന്നു, അത് മുഴുവനും ആ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് വന്നു ചേർന്നതാണ്. അത്രയും ഈശ്വരനായിട്ട് ഗുരുവിനെ പൂജിക്കുന്ന അത്രയും ഒരു ഭക്തൻ തന്നെയായിരുന്നു മഹാബലി. പിന്നെ അതുമാത്രമല്ല, എല്ലാവിധത്തിലുള്ള പൂജകൾ, യജ്ഞങ്ങൾ, കർമ്മങ്ങൾ അതെല്ലാം അദ്ദേഹം അനുഷ്ഠിച്ചിരുന്നു. ഒരു അസുര രാജാവാണെങ്കിലും അദ്ദേഹത്തിന് സ്വാത്വികമായിട്ടുള്ള ഒരു ഭാവമായിരുന്നു. ഓരോ നമ്മളുണ്ടല്ലോ, ഓരോന്നും ഓരോ കുലത്തിൽ വന്ന് ജനിക്കുന്നു. ഇപ്പോൾ പ്രഹ്ലാദൻ്റെ ജനനം തന്നെ അസുരകുലത്തിലാണെങ്കിലും പ്രഹ്ലാദൻ സ്വാത്വികമായിട്ട് വിഷ്ണു ഭക്തനായിട്ട്, ഹരി ഭക്തനായിട്ട് ജനിച്ചു. ആ പ്രഹ്ലാദൻ്റെ മകനാണ് മഹാബലി. അപ്പോൾ ആ മഹാബലിയും അതേ ഒരു മുത്തച്ഛൻ്റെ പോലെ തന്നെയായിരുന്നു, ഭക്തിയോട് കൂടിയിട്ട് എല്ലാം ചെയ്തിരുന്നു. പക്ഷേ അസുരന്മാരുമായിട്ടും യുദ്ധം ചെയ്ത് ലോകം മുഴുവനും പിടിച്ചടക്കി. അത്രയും ആ ശക്തി കൊണ്ടും സൗന്ദര്യം കൊണ്ടും നമ്മൾ കാണണ മഹാബലിയൊന്നും അല്ല കേട്ടോ. നമ്മൾ വെറുതെ കുടവയറും കൊമ്പം മീശയൊക്കെ ആയിട്ട് ഓലക്കൊടയൊക്കെ പിടിച്ചിട്ട്, മഹാബലി ഓലക്കൊട പിടിച്ചിട്ട്, അദ്ദേഹം വെൺകൊറ്റക്കൊടയാണ് പിടിക്കുക. ഓലക്കൊട പിടിക്കുന്നത് വാമനനാണ്. അതൊക്കെ ആരുടെയോ ഒരു തെറ്റായിട്ടുള്ളൊരു ചിന്താഗതി കൊണ്ട് വന്നു ചേർന്ന ഒരു രൂപമൊക്കെയാണ്. അദ്ദേഹത്തിനെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല ഉയരത്തിനൊത്ത വണ്ണം, ദൃഢമായ ശരീരം, സൗന്ദര്യമുള്ള മുഖം, ദേവന്മാർ പോലും തോറ്റുപോകണ സൗന്ദര്യമാണ് എന്നാ പറയണേ ഈ മഹാബലിക്ക്. കാരണം അത് അദ്ദേഹത്തിൻ്റെ ഉപാസന കൊണ്ടുണ്ടായതാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു സൗന്ദര്യം. അപ്പോൾ സൗന്ദര്യം കൊണ്ടും തന്നെ തോൽപ്പിക്കാൻ ആളില്ല, ബുദ്ധി കൊണ്ടും ഇല്ല, ശക്തി കൊണ്ടും ഇല്ല, എല്ലാം കൊണ്ടും ആ ഒരു വന്നപ്പോൾ ഒരു അഹങ്കാരം, ആ മഹാബലിയുടെ ഉള്ളിലൊരു അഹങ്കാരം, എന്നെപ്പോലെ വേറെ ആരും ഇല്ല എന്നുള്ളൊരു അഹങ്കാരം വന്നു പെടുക ചെയ്തത്. അതേസമയം തന്നെ ആ ദേവന്മാർ മുഴുവനും തോറ്റ് പിന്മാറിയിട്ട് എവിടെയൊക്കെയോ ഒളിച്ച് താമസിക്കുമ്പോൾ അമ്മയായ അതിഥിക്ക് ദുഃഖം തോന്നണു. അപ്പം അമ്മ ചെന്നിട്ട് അച്ഛനായ കശ്യപനോട് പറയണു, എനിക്ക് വളരെയധികം സങ്കടമുണ്ട്, എൻ്റെ മക്കളിങ്ങനെ വിഷമിച്ച് നടക്കുമ്പോൾ അവർക്ക് അവരുടെ ആ സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു, അവരുടെ സങ്കടം തീർത്തു തരാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. അപ്പോൾ ചോദിക്കുമ്പോൾ പറയണു, എന്താ ചെയ്യേണ്ടത്, സങ്കടം തീരാൻ ഒന്നേ ഉള്ളൂ, പദഭജനം ശ്രേയ, പദഭജനം ശ്രേയ. ആ പാദത്തിനെ ആശ്രയിക്കുക, ആ പാദത്തിനെ പൂജിക്കുക. അത് തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ സർവപ്രപഞ്ചത്തിനും ആധാരഭൂതനായിട്ടുള്ള പരബ്രഹ്മം രൂപം കൊണ്ടതാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ്. കൃഷ്ണാവതാര സമയത്ത് ആ പരബ്രഹ്മമൂർത്തിയായിട്ടുള്ള ശ്രീകൃഷ്ണൻ സ്വയം പരിപൂർണ തമനായിട്ട് അവതരിക്കുമ്പോൾ പറഞ്ഞു, ആർക്കൊക്കെ വേണമെങ്കിലും എൻ്റെ കൂടെ വരാം, അവതരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ ഋഷീശ്വരന്മാരും ദേവന്മാരും ഗന്ധർവന്മാർ കിന്നവന്മാർ എല്ലാവർക്കും വരാമെന്ന് പറഞ്ഞു, ഭക്തന്മാരൊക്കെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ദേവന്മാരൊക്കെ അംശം കൊണ്ട് അവതരിച്ചപ്പോൾ സാക്ഷാൽ ആ ശ്രീപരമേശ്വരി മഹാദേവി പറഞ്ഞതെന്താ, ഞാൻ ഭഗവാന്റെ പാദസരമായിട്ടാവാം എന്ന്. കാരണം അമ്മ എപ്പോഴും നമ്മൾ ധാരാളം കാണുമല്ലേ, ഉമാമഹേശ്വര സംവാദ രൂപത്തിലാണ് എല്ലാ പുരാണങ്ങളും, രാമായണമൊക്കെ വായിക്കണവരല്ലേ. അപ്പോൾ പറയും, എനിക്ക് ഭക്തി ഉണ്ടാവാൻ എന്താ വേണ്ടത്, എത്ര ഭക്തി ഉണ്ടായിട്ടും അമ്മയ്ക്ക് ഭക്തിയില്ല എന്നാണ് അമ്മയുടെ ആ ഒരു തോന്നൽ. അതാണ് ഭക്തന്മാരുടെ ലക്ഷണം. അപ്പം അമ്മ അംശം കൊണ്ട് ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാലിൽ പാദസരമായിട്ട് കിടന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഭക്തന്മാർ മുഴുവൻ അവരുടെ ഭക്തി സമർപ്പിക്കണത് അമ്മയുടെ ഭഗവാന്റെ പാദത്തിലാണ്. അപ്പം അതിൻ്റെ ഒരു അംശം തനിക്ക് കിട്ടിയാൽ തനിക്ക് ഭക്തി ഉണ്ടാവില്ലേ എന്ന് ആലോചിച്ചിട്ടാണ്. അപ്പോൾ ആ ഭക്തിയുടെ അനുഭവം കൊണ്ട് ആ പാദസരം പറയണതാണത്രേ, പദഭജനം ശ്രേയ, പദഭജനം ശ്രേയ. ഏറ്റവും ശ്രേയസ്സായിട്ടുള്ള ഭഗവാന്റെ പാദം ഭജിക്കുകയാണ് കേട്ടോ. ആ ഭഗവാന്റെ പാദം ഭജിച്ചോളൂ എന്ന്
അമ്മ ഉറക്കെ എല്ലാവരോടും അനുഭവം കൊണ്ട് വിളിച്ച് പറയണം. അപ്പോൾ ഇവിടെ പറഞ്ഞു, ആ ഈശ്വരനെ ആശ്രയിക്കുക, ഈശ്വരൻ്റെ പാദപൂജ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഒരു പയോവ്രതം, പാലുകൊണ്ട് ഉള്ള ഒരു വ്രതം, പാലാണ് അതിന് അധികം ഉപയോഗിക്കുക. 12 ദിവസം കൊണ്ട് ചെയ്യേണ്ട ഒരു വ്രതം പറഞ്ഞു കൊടുത്തു. ആ വ്രതം വേണ്ടതുപോലെ അനുഷ്ഠിച്ചപ്പോൾ ഭഗവാൻ സാക്ഷാൽ ആ ശ്രീമൻ നാരായണൻ, ആ ശ്രീഹരി ആ അമ്മയുടെ മുമ്പിൽ പ്രകടമായി. ആദ്യം ഹൃദയത്തിലാണ് പ്രകടമായത്. ആ ഹൃദയത്തിൽ പ്രകടമായിട്ട് പിന്നെ ആ ഹൃദയത്തിൽ നിന്ന് അങ്ങോട്ട് മറഞ്ഞപ്പോൾ അമ്മ പരിഭ്രമിച്ച് കണ്ണു തുറന്നു. പണ്ട് സാക്ഷാൽ ഭഗവാൻ തൻ്റെ മുന്നിൽ ശംഖചക്ര ഗദാപത്മങ്ങളോട് കൂടിയിട്ട് പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം. ആ കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം. രാധാസഹായം. രാധ ആരാണ്? പരമപ്രേമം ആണ് രാധ. എങ്ങനെയാണോ ശ്രീകൃഷ്ണ ഭഗവാൻ രൂപം കൊണ്ടത്, അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാനുള്ള പരമമായ പ്രേമം അതിൽ നിന്ന് വാമഭാഗത്തു നിന്ന് രൂപം കൊണ്ടതാണ് സാക്ഷാൽ രാധ. രാധ പ്രേമത്തിൻ്റെ മൂർത്തിഭാവമാണ് എന്ന് പറയണു. നമുക്ക് അതൊക്കെ അത്രയും നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. രാധ ആരാണ്, കൃഷ്ണൻ ആരാണെന്നൊക്കെ ഒരുപാട് പറയാനുള്ള കാര്യങ്ങളാണ്. പക്ഷേ ചുരുങ്ങിയ വേളയിൽ ഇതൊക്കെ പറയാനുള്ള സമയം നമുക്കില്ല എന്നാണ്. അതുകൊണ്ടാണ് ഒന്ന് സൂചിപ്പിച്ച് പോണത്. അപ്പം അങ്ങനെയുള്ള ഭഗവാൻ രാധാസഹായം, രാധയുടെ സഹായം ആ പരമപ്രേമം നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോഴാണ് നമുക്ക് എപ്പോഴും സന്തോഷമായിട്ട് പുഞ്ചിരിക്കാൻ സാധിക്കും. ഭഗവാൻ എപ്പോഴും പുഞ്ചിരിക്കണതിൻ്റെ പുറകിലുള്ള രഹസ്യം രാധയാണ്. അപ്പം അങ്ങനെയുള്ള ആ ഭഗവാനെ കണ്ടപ്പോൾ ആദ്യം ചാടി എണീറ്റു. ഇരുന്ന് ധ്യാനിച്ചിരുന്ന അതിഥി മാതാവ് ചാടി എണീറ്റിട്ട് എന്താ ചെയ്യണ്ടേ? ഭഗവാനെ കെട്ടിപ്പിടിക്കണോ, ഭഗവാനെ നമസ്കരിക്കണോ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ നിന്ന് ആ ഭഗവാനിൽ അങ്ങോട്ട് മനസ്സങ്ങോട്ട് ചേർന്ന് എല്ലാം മറന്നപ്പോൾ ശരീരബോധം ഇല്ലാണ്ടായപ്പോൾ ആ ശരീരം അവിടെ വെട്ടിയിട്ട വാഴ പോലെ എന്ന് പറഞ്ഞോണം. ദണ്ഡവത് പ്രണാമം, അല്ലെ? ദണ്ഡ് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് അങ്ങോട്ട് വിട്ടാൽ അതെങ്ങനെ വീണു, അതാണ് അത്ര ദണ്ഡവത് പ്രണാമം. അങ്ങനെ ദണ്ഡ നമസ്കാരമാണ് ചെയ്തത് അമ്മ. സ്ത്രീകൾക്ക് ദണ്ഡ നമസ്കാരം പറയണില്ല. എന്തുകൊണ്ടാണെന്ന് അറിയോ? ശരീരബോധം ഉള്ളത് കൊണ്ടാണ് ദണ്ഡ നമസ്കാരം പറ്റാത്തത്. ഞാൻ സ്ത്രീയാണ് എന്നുള്ളൊരു ബോധത്തോടുകൂടി നമസ്കരിക്കണം. അപ്പോൾ ആ ദണ്ഡ നമസ്കാരമില്ല, മുട്ടുകുത്തി ഇങ്ങനെ നിന്ന് പഞ്ചാംഗ നമസ്കാരമാണ് പറയണത്. അപ്പോൾ അത് സ്ത്രീകൾക്ക് പറയണത്. പക്ഷേ ശരീരബോധമില്ല, ആണാണോ പെണ്ണാണോ എന്നൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ആ ശരീരം വീണ് പോണു. നമുക്ക് ആ ബോധം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ. ബോധമില്ലെങ്കിൽ ഞാൻ സ്ത്രീയാണ്, ഞാൻ പുരുഷനാണ്, ഞാൻ എന്നുള്ളൊരു ഭാവം ഈ ശരീരത്തിനെ ആണ് നമ്മൾ സങ്കല്പിക്കുന്നത്. ശരീരബോധം വെടിഞ്ഞാലാണ് ശരിക്കും ആ ആത്മാനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ അമ്മ നമസ്കരിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ തന്നെ പുത്രനായിട്ട് വരാം, അമ്മയുടെ ദുഃഖങ്ങളെല്ലാം തീർക്കാം എന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ആ ഭഗവാൻ തന്നെ ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം ഉച്ചയ്ക്ക് അഭിജിത്ത് മുഹൂർത്തത്തിലാണ് അവതരിച്ചത്. അപ്പോൾ എല്ലാവരും അമ്മ വിചാരിക്കണം എൻ്റെ പ്രാർത്ഥന കേട്ട് ഭഗവാൻ വന്നു എന്നാണ്. ദേവന്മാരെന്താ വിചാരിക്കുന്നത്? ഞങ്ങളെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ വന്നു എന്ന്. പക്ഷേ ഭഗവാൻ അതിനൊന്നുമല്ല വന്ന്, തൻ്റെ ഭക്തനെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. പ്രഹ്ലാദനോട് പറഞ്ഞുണ്ട്, 21 തലമുറ ഞാൻ കാത്തു രക്ഷിച്ചോളാം ച്യുതിയില്ലാണ്ട് എന്ന്. ഈ അഹങ്കാരത്തിൻ്റെ മൂർത്തിഭാവമായിട്ട് നിൽക്കുന്ന ആ ഒരു മഹാബലിയുടെ അഹങ്കാരം ഇല്ലാണ്ടായില്ലെങ്കിൽ ച്യുതി സംഭവിക്കുന്നുള്ളത് അറിയാം. അതുകൊണ്ട് ആ അഹങ്കാരത്തെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അവതാരം. അപ്പം നമ്മളും ആലോചിക്കണം, നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും വിധത്തിലുള്ള അഹങ്കാരങ്ങൾ, ഏതുവിധ വിദ്യ കൊണ്ടുള്ള അഹങ്കാരം, ധനം കൊണ്ടുള്ള അഹങ്കാരം, സൗന്ദര്യം കൊണ്ടുള്ള അഹങ്കാരം, ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ആ അഹങ്കാരം ഇല്ലാണ്ടാക്കാൻ ഈ വാമനമൂർത്തിയെ നമസ്കരിക്കുകയാണ് വേണ്ടത്. എൻ്റെ ഉള്ളിലുള്ള അഹങ്കാരം നമ്മുടെ ഉയർച്ചയെ ഇല്ലാണ്ടാക്കും. അപ്പോൾ നമുക്ക് നല്ല ഒരു ഉയർച്ച, ശരിക്കും നമ്മൾ പറയേണ്ടത് എന്താ? താഴ്മദാനഭ്യുന്നതി, അല്ലേ? ബാക്കിയുള്ളതുകൊണ്ടൊക്കെ ഉള്ള ഉയർച്ചയല്ല വേണ്ടത്.
ഭഗവാനിലേക്ക് ചേർന്ന് നിൽക്കുക വേണ്ട. ശരിയായ ഒരു നേട്ടം ഉണ്ടാവണമെങ്കിൽ ഇതൊക്കെ ഇല്ലാണ്ടാവണം. നമുക്ക് അഹം എന്നുള്ളത് ഉണ്ടാവാനേ പാടില്ല. ഏറ്റവും വലിയ ദോഷമാണ്. അഹംഭാവത്തിൽ നിന്നാണ് എല്ലാ ദോഷങ്ങളും വരണത്. അപ്പം അതുകൊണ്ട് ആ അഹംഭാവത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ഓണം. ശരിക്കും ആ വാമനമൂർത്തിയുടെ അവതാരം ഓരോരുത്തരുടെ ഹൃദയത്തിലുള്ള ആ അഹം എന്നുള്ള ഭാവത്തെ ഇല്ലാണ്ടാക്കാൻ ഒരു കുഞ്ഞുണ്ണിയായിട്ട്, അല്ലേ, എന്താ പറയണേ, ഒരു കൊച്ചു വാമനൻ്റെ രൂപത്തിൽ വന്ന് ആ മഹാബലിയെ പറ്റിച്ച് വേഷം മാറി വന്ന് പറ്റിച്ചു എന്ന് പറയണു. ആ മഹാബലിയുടെ അടുത്തേക്ക് വരണു ആ കാരുണ്യമൂർത്തിയായിട്ടുള്ള ഭഗവാൻ. ആ മഹാബലിയുടെ ആ വലിയ ഭക്തിയുടെ മുമ്പിൽ, ഐശ്വര്യത്തിൻ്റെ മുമ്പിൽ ഭഗവാൻ ദാസനായിട്ട് മാറുകയാണ്, കുഞ്ഞിതായിട്ട് വരികയാണ്. പക്ഷേ ആ അഹങ്കാരത്തിൻ്റെ ഉയർച്ച വന്നൂല. അഹങ്കാരം കൊണ്ട് മഹാബലി വലുതായി. എപ്പോഴാണ് എന്താ വേണ്ടത് ഉണ്ണിക്ക്, ഞാൻ എന്ത് വേണമെങ്കിലും തരാം, കല്യാണം കഴിയണോ, അതാ ധനം വേണോ, വീട് വേണോ, ഗ്രാമം വേണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്കിതൊന്നും വേണ്ട, 3 അടി മണ്ണ് തന്നാൽ മതി, എനിക്ക് ധ്യാനിച്ചിരിക്കാൻ 3 അടി മണ്ണ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്നോട് 3 അടി മണ്ണ് ചോദിച്ചിട്ട് ഇനി വേറെ എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലും ചോദിക്കാനിടയായി അത് എനിക്ക് മോശമല്ലേ? ഞാൻ ആരാന്നറിയോ? ലോകാനാമേകമീശ്വരം എന്ന് പറഞ്ഞ അഹങ്കാരത്തിൻ്റെ മൂർത്തിഭാവമായിട്ട് അങ്ങോട്ട് നിന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ അഹങ്കാരത്തിൻ്റെ മൂർത്തിഭാവമായിട്ട് നിൽക്കുമ്പോൾ ആ ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ മൂർത്തിഭാവം ഭഗവാൻ അങ്ങോട്ട് ഉയർന്നു. ആ അഹങ്കാരത്തെ ഇല്ലാണ്ടാക്കാൻ കാരുണ്യത്തിൻ്റെ മൂർത്തിഭാവമായിട്ട് ത്രിവിക്രമരൂപത്തിൽ അങ്ങോട്ട് ഉയർന്നു നിന്നു. അങ്ങനെയാണ് ഉണ്ടായത്. എത്രയോ ആ ശുക്രാചാര്യർ പറഞ്ഞു, ഇത് ആ മഹാവിഷ്ണുവാണ് വന്നത്, എല്ലാം അപഹരിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോഴും എന്താ പറഞ്ഞത് ബലി? എപ്പോഴും എന്താ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ സുഖമായില്ലേ, ഞാൻ ഇവിടെ നടക്കുന്ന ഹോമങ്ങളും യജ്ഞങ്ങളൊക്കെ ഈ അഗ്നിയിൽ ഹോമിക്കുന്നു. ഇപ്പം നേരിട്ട് സ്വീകരിക്കാൻ ഭഗവാൻ വന്നാൽ ഭഗവാൻ ചോദിച്ചത് കൊടുക്കുകയല്ലേ വേണ്ടത്, അത് ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അഹങ്കാരത്തിന് കാരണമായിട്ടുള്ളത് എന്താണ്? ആ അഹങ്കാരത്തിന് കാരണമായിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളും ഇല്ലാണ്ടാവട്ടെ എന്ന് അനുഗ്രഹിക്കുക ചെയ്ത ശുക്രാചാര്യൻ. നമ്മൾ പറയും ശപിക്കുമെന്നല്ല, അത് അനുഗ്രഹിക്കുകയാണ്. കാരണം ആ ഭക്തൻ്റെ മേന്മയാണ്, അതുപോലെ ശിഷ്യൻ്റെ ഉയർച്ചയാണ് ഗുരുനാഥൻ ആഗ്രഹിക്കേണ്ടത്. ഗുരുവിനേക്കാളും, അല്ലേ, ഗുരുവിനെ കൊല്ലണം എന്നാണ് പറയുക ശിഷ്യൻ. കാരണം ഗുരുവിൻ്റെ അങ്ങനെ പറയണ്ടേ, ഗുരുവിനെ കൊല്ലണം എന്ന് പറയുന്ന ഒരു ഇത് പറയാം. അതിലെന്താണെന്ന് വെച്ചാൽ ഗുരുനാഥൻ്റെ പേരിനേക്കാൾ ഉയർന്നതാവണം ശിഷ്യൻ്റെ പേരിൽ ഗുരുനാഥൻ അറിയപ്പെടേണ്ട, അത്രയ്ക്കും വലുതാവണം. അപ്പോഴാണ് ഗുരുനാഥന് സന്തോഷമാവുള്ളൂ അത്ര. അപ്പോൾ അങ്ങനെയുള്ള ആ ഗുരുനാഥനാണ് യഥാർത്ഥ ഗുരുനാഥൻ. അപ്പോൾ ഈ ഗുരുനാഥൻ അനുഗ്രഹിച്ചു. അതോടുകൂടിയിട്ട് 2 പാദങ്ങളെ കൊണ്ട് സർവവും അളന്നെടുത്തപ്പോൾ അദ്ദേഹം കാൽക്കൽ വീണ് നമസ്കരിച്ചു. അഹങ്കാരം പോയപ്പോൾ ആ പാദത്തിൽ വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു, എന്നെ സത്യലംഘനം ചെയ്യാൻ ഇടവരുത്തരുത്, സത്യവ്രതനാക്കണം എന്നെ, 3 അടി മണ്ണ് വേണമെന്നാണ് പറഞ്ഞത്. ഈ ശരീരവും മണ്ണ് തന്നെയാണ്. അങ്ങയുടെ ആ 3ാമത്തെ അടി ഈ പാദത്തിൽ, ആ പാദം ഈ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞു. അല്ലാണ്ട് പാതാളത്തിലേക്കൊന്നും ചവിട്ടി താഴ്ത്തിയിട്ടൊന്നുമില്ല. അത് എവിടെ നിന്നാണ് ആ കഥ വന്നതെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ കഥയൊന്നും അല്ല തിരുവോണം. അവിടെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. ആ പാദം ആ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചതിന് ശേഷം വീണ്ടും ആ ഭക്തിയുടെ മുമ്പിൽ, സർവസമർപ്പണത്തിന് മുമ്പിൽ മഹാബലി എന്ന് അപ്പോഴാണ് പേര് വന്നത്. ആ ബലി കൊടുക്കുക, എല്ലാം ഭഗവാന് സമർപ്പിക്കാൻ. തൻ്റെ എല്ലാം നഷ്ടമായാലും, തൻ്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാണ്ടായാലും ഞാനിതാ എല്ലാം ഭഗവാന് സമർപ്പിക്കണോ എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്ന മഹാബലി. നമ്മളും സമർപ്പിക്കും ഭഗവാനല്ലേ. അവിടെ കൊണ്ടുവന്നൊരു വിളക്ക് സമർപ്പിക്കും. ആ വിളക്ക് ചെറുതാവും. അതിൻ്റെ മുമ്പിൽ, അതിൻ്റെ സൈഡിൽ വെളുത്ത ഒരു നിറമൊക്കെ ചായയൊക്കെ അടിച്ചിട്ട് വലുതാക്കി പേരെഴുതും. കാർത്യായനി അമ്മ വക അവിടെ എഴുതി വെച്ചു. ഒരു ട്യൂബ് ലൈറ്റ് ഇവിടെ കത്തിച്ചു. ആ കത്തിച്ച പ്രഭയുടെ കാളും വലിപ്പത്തിൽ അവിടെ എഴുതി വയ്ക്കും, ഇന്ന ആൾ വക. അങ്ങനെയാണ് ഓരോന്നും. അതെ, ഒരു ഇവിടെ നടക്കാൻ ഇവിടെ കാണുന്നില്ല. അങ്ങനെ ചുറ്റും
നടപ്പാത വിരിച്ചിട്ടില്ല. ആ വിരിച്ച പാതകളിലൊക്കെ ഓരോരുത്തരുടെ പേര് എഴുതി വയ്ക്കുക. അവരൊക്കെ ചവിട്ടിയിട്ടാണ് നമ്മളൊക്കെ പ്രദക്ഷിണം വയ്ക്കുന്നത്. ഭഗവാന് നമ്മൾ കൊടുത്തിട്ടുണ്ടോ? മാത്രമല്ല, അവിടെ ഒരു ദീപസ്തംഭം ആ ക്ഷേത്രത്തിൻ്റെ പടിക്ക് അവിടെ കണ്ടില്ലേ? ഞാനാ കൊടുത്തേ, ആ ഒരു ഭാവം വിട്ടു പോകുന്നുണ്ടോ നമ്മുടെ ഉള്ളിൽ നിന്ന്? നമ്മളെപ്പോഴെങ്കിലും ബലി സമർപ്പിച്ച പോലെ സമർപ്പിച്ചിട്ടുണ്ടോ? ഇതൊക്കെ കാണിച്ചു തരുന്നതാണ്. ഭഗവാന് കൊടുക്കുമ്പോൾ എവിടെ നിന്നാണ് അത് കൊടുക്കാനായിട്ട് ഉണ്ടായത്? ഞാൻ അധ്വാനിച്ചുണ്ടാക്കി. അധ്വാനിക്കാനുള്ള ആരോഗ്യം എങ്ങനെ ഉണ്ടായി? ബുദ്ധി ഉണ്ടായത് എങ്ങനെ? ഇതൊക്കെ ഈശ്വരൻ തന്നിട്ടല്ലാണ്ട് ഒന്നുമില്ല അവിടെ. ഈ ഇതിൻ്റെ അല്ലേ എല്ലാത്തിൻ്റെയും നാഥനാരാ? നാഥൻ താനല്ലയോ ഭവാൻ. ഈ കാണുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥൻ ഭഗവാനാണ്. എന്നിട്ടോ അതെല്ലാം സ്വന്തമായി കണ്ടിട്ട് അഹമ്മതി എഴുന്നവർ ഭഗവാനോട് എന്താ പറയുക? ഭഗവാനെ കള്ളൻ, വെണ്ണക്കള്ളൻ, പാല് കെട്ടവൻ, അങ്ങനെ പറഞ്ഞ് പല ചേല കെട്ടവൻ എന്നൊക്കെ വിളിക്കും. സാക്ഷാത് ശരിക്കും കെട്ടത് ആരാ? നമ്മളാണ്. പ്രപഞ്ചം, സർവപ്രപഞ്ചവും ഈശ്വരൻ്റെയാണ്. ആ ഈശ്വരൻ നിർമ്മിച്ച പ്രപഞ്ചത്തിൻ്റെ ഓരോരോ ഭാഗങ്ങൾ വളച്ച് കെട്ടിയിട്ട് അതിന് ഇതുണ്ടാക്കിയത് എൻ്റെ വക എന്ന് പറഞ്ഞിട്ട് അവിടേക്കൊരു കാക്കയും പൂച്ചയും കടക്കാൻ നമ്മൾ സമ്മതിക്കില്ല. വന്നാൽ വഴക്കായി. അപ്പുറത്തെ വീട്ടിലെ കോഴി വന്നാൽ അതിനെ ഓടിപ്പിച്ച് അപ്പുറത്ത് വീട്ടുകാർ തമ്മിൽ വഴക്കായി. അവിടുത്തെ വീട്ടിലത്തെ ആ മാവിൻ്റെ എല്ലാം കൂടി വീണാൽ അവിടെ വഴക്കായി. ഇതെൻ്റെ എന്ന് പറയണു. എത്രയോ ആൾക്കാർ ഇതെൻ്റെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വേലി കെട്ടി വെച്ച് പോയവരാണ്. അവർക്കൊക്കെ അത് സ്വന്തമായിരുന്നു. അതുമാത്രമല്ല, എൻ്റെ എന്ന് പറഞ്ഞത് ആ വളച്ച് കെട്ടിയതിൽ നിന്ന് നേരത്തിൽ ടാക്സ് അടച്ചില്ലെങ്കിൽ വരും കടലാസ്. നമ്മളൊക്കെ വാടക കൊടുത്ത് താമസിക്കുകയാണ് നമ്മുടെ സ്ഥലത്ത്. ആർക്കെങ്കിലും ആ ബോധമുണ്ടോ? ഇതാ ഒന്നും ആരുടെയും സ്വന്തമൊന്നുമല്ല. ഈ ശരീരം പോലും നമ്മുടെ സ്വന്തമല്ല. എത്രയോ സ്വർണ്ണവളകളിട്ട് നല്ലോണം പോലെ തേച്ച് മിനുക്കി നല്ല വാസന സോപ്പൊക്കെ ഇട്ട് കുളിപ്പിച്ച് സ്വർണ്ണവളകളിട്ട് സ്വർണ്ണമാലകളിട്ട് സ്വർണ്ണകമ്മലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന ശരീരം. ആ വളയിട്ട് ഓമനിച്ച കയ്യ് ഇപ്പം ഇങ്ങനെ ഉയരണില്ല. വയ്യ, ഉയരാൻ പറ്റണില്ല. നമ്മുടെ ആയിട്ടാണോ? എൻ്റെ കൈയാണെങ്കിൽ എനിക്ക് ഞാൻ വിചാരിച്ച പോലെ ആവണ്ട. എൻ്റെ ഒന്നല്ല. അതുപോലും നമ്മുടെ അല്ല. ശരീരം പോലും ഇല്ല. എപ്പോൾ വേണമെങ്കിലും വീണ് പോവാം. ഒന്നും ആർക്കും സ്വന്തമല്ല. എല്ലാവർക്കും സ്വന്തമായിട്ട് ഒന്നേ ഉള്ളൂ. എല്ലാവർക്കും ഉള്ളിൽ ആത്മാവായി വിളങ്ങും. എല്ലാവരുടെ ഉള്ളിലും ആത്മാവായിട്ട് വിളങ്ങണ ആ ഭഗവാൻ, ആ സത്യസ്വരൂപൻ മാത്രമേ നമുക്ക് സ്വന്തമായിട്ടുള്ളൂ. നമ്മൾ പറയും നമ്മുടെ നിഴൽ സ്വന്തം. ഇരുട്ടത്തെ ഏതെങ്കിലും ഒരാളുടെ കൂടെ നിഴലുണ്ടോ? ഇരുട്ടത്തെ കൂടെ നടക്കുമ്പോൾ അതുമില്ല. വെളിച്ചുണ്ടെങ്കിലേ നിഴലുള്ളൂ. ഇരുട്ടത്തെ എവിടെയാണ് നിഴൽ? എന്നാലോ ഭഗവാൻ ഏതേത് ജന്മം എടുത്താലും എപ്പോഴും നമ്മുടെ ബന്ധുവായിട്ട് ആരുണ്ട്? നമ്മുടെ സ്വന്തമായിട്ട് ആരുണ്ട്? ഭഗവാനുണ്ട്. അല്ലാണ്ട് ആരുമില്ല. അങ്ങനെയുള്ള ഭഗവാന് നമ്മളിതാ എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കുമ്പോൾ നമുക്കതിനുള്ള ബുദ്ധി തന്നൂലോ, അത് കൊടുക്കാൻ തോന്നിയില്ലോ. അത് അച്ഛൻ വാങ്ങിക്കൊണ്ടെന്ന് കുഞ്ഞിൻ്റെ കയ്യിൽ മിഠായി വാങ്ങിക്കൊണ്ടെന്ന് കൊടുക്കുമ്പോൾ കുഞ്ഞത് പൊട്ടിച്ചിട്ട് അതിൽ നിന്നൊരു കഷ്ണം അച്ഛൻ്റെ വായയിൽ വെച്ച് കൊടുക്കണം. അതുപോലൊക്കെ തന്നെ ഇതുള്ളൂ. അപ്പം അച്ഛന് എത്ര സന്തോഷമായി. അത് കൊടുക്കാൻ തോന്നിയില്ലോ. അച്ഛന് തരുമോ എന്ന് ചോദിച്ചാൽ തരില്ല എന്ന് പറയുന്ന കുട്ടികളും ഉണ്ടാവും. അപ്പം അങ്ങനെയല്ലല്ലോ. അപ്പം അത് നമ്മൾ സമർപ്പിക്കണതൊന്നുമല്ല. എവിടെയും നമ്മുടെ പേരൊന്നും എഴുതി വയ്ക്കണ്ട. നമ്മുടെ പേര് എഴുതി വയ്ക്കാൻ ഒരവകാശവും നമുക്കില്ല. എവിടെ അവകാശം? ഒരവകാശവും ഇല്ല. ബലി ദാനം ചെയ്ത പോലെ ദാനം ചെയ്യുമ്പോഴാണ് ഈ മഹാബലി. അതാ ദാനാവുള്ളൂ. മറ്റുള്ളതൊന്നും ദാനാവില്ല. ദാനമാവണമെങ്കിൽ ബലി ചെയ്ത പോലെ ചെയ്യണം. ഒരു കൈ കൊടുക്കണത് മറ്റേ കൈ അറിയരുത് എന്ന് പറയണ പോലെയാണ്. അത്രയും മനസ്സോടു കൂടിയിട്ട് ദാനം ചെയ്യുകയാണ് വേണ്ടത്. അതിനാണ് നമ്മൾ അതാണ് ഈ ഓണമൊക്കെ നമുക്ക് പറഞ്ഞു തരണത്. അത്രയും നമ്മൾ ആ ബലി ദാനം ചെയ്ത പോലെ ദാനം ചെയ്യണം. ആ വലിയ ആ ഭഗവാൻ, അപ്പോൾ ആ ത്രിവിക്രമമൂർത്തിയായിട്ടുള്ള ഭഗവാൻ ആ ബലിയുടെ സത്യസന്ധതയുടെ മുമ്പിൽ, നല്ല സ്വഭാവത്തിൻ്റെ മുമ്പിൽ, ദാനത്തിൻ്റെ മുമ്പിലൊക്കെ ചെറുതായി ആ ഭക്തൻ്റെ ദാസനായിട്ട് നിന്നിട്ട് എന്ത് പറഞ്ഞു? സ്വർഗം ത്തിലെ അധിപനായിട്ട് ഇരിക്കണം, ഇന്ദ്രനാവണമെന്നല്ലേ ആഗ്രഹിച്ചേ. അതിനേക്കാളും വലിയ പൊസിഷനാണ് കൊടുത്ത സുതലം. സ്വർഗത്തിലിരിക്കുന്നവർ പോലും, ഇന്ദ്രൻ പോലും കൊതിക്കുകയാണ് സുതലത്തിലെത്താൻ. പക്ഷേ ആ സുതലം നൽകിയിട്ട് പറഞ്ഞു, സുതലത്തിൽ വസിച്ചോളൂ. ഈ പ്രളയാന്തകാലം വരെ ആ സുതലത്തിൽ
അവിടെ വസിച്ചോളൂ, ഞാൻ കൂടെയുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഞാൻ കാവൽക്കാരനായിട്ട് കൂടെയുണ്ടെന്ന്. ആർക്കും അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. ആ വാമനമൂർത്തിയുടെ അനുവാദം ഇല്ലാണ്ട് സുതലത്തിലേക്ക് ഒരാൾക്കും പ്രവേശനമില്ല. അങ്ങനെയാണ് ആ സുതലത്തിൽ കാത്തു നിൽക്കണം. ഭഗവാൻ ഭക്തന് കാവലായിട്ട് നിൽക്കണം. നമുക്ക് നമ്മുടെ ഉള്ളിലൊക്കെ ഭക്തി ഉണ്ടെങ്കിൽ നമുക്കും ആരാണ് കാവല്? ഭഗവാൻ തന്നെയാണ്. നമുക്ക് തോന്നുകയാണ് നമ്മളാണ്, നമ്മുടെ ശക്തിയാണെന്ന്. ഈ ഭഗവാൻ തന്നെയാണ് നമുക്ക് കാവല്. ഈ ഭഗവാൻ നമുക്ക് കാവല് നിൽക്കുമ്പോഴാണ് നമ്മളിതാ ഇങ്ങനെ ഞങ്ങളുടെ ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല, ഇങ്ങനെ ഒരെണ്ണം അല്ല വയ്ക്കുക, ഉയരത്തിൽ ഒരു തൃക്കാക്കരപ്പനെ വയ്ക്കും. തൃക്കാക്കരയപ്പൻ തന്നെയാണ് പറയുക അതിന്. പിന്നെ ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ വയ്ക്കുക. അത് അതിൻ്റെ ഒരു തത്വം പറയണത്, ഉയരത്തിലുള്ള ആ ഒരു വിഗ്രഹം എന്ന് പറയണത് തൃക്കാക്കരയപ്പൻ ത്രിവിക്രമമൂർത്തിയായിട്ട് നിൽക്കണ ഭാവം ഉണ്ടല്ലോ, അതാണ് ആ ഉയരത്തിലുള്ളത്. ബാക്കി ചെറുത് എന്ന് പറയണത് ആ യജ്ഞവേദിയിലെ ആ രംഗങ്ങളാണ്. അത് വാമനനായിട്ട് നിൽക്കണ ആ ഭാവത്തിൽ ബലി ദാനം കൊടുക്കണതും വിന്ധ്യാവലി അവരൊക്കെയാണ് സങ്കല്പിച്ചിട്ടാണ് വയ്ക്കണത്. അങ്ങനെ ഭക്തനെയും ഭഗവാനെയും ആരെയാണ് പൂജിക്കണേ? വാമനമൂർത്തിയാണ് ഇവിടെ പൂജിക്കണത്. തൃക്കാക്കര അപ്പനെയാണ് പൂജിക്കണത്. മഹാബലിയെ കൂടെ കൂട്ടിയിട്ട് പൂജിക്കുന്നു. അങ്ങനെ ആ എല്ലാവരെയും പൂജിക്കുന്ന അത്യത്ഭുതമായിട്ടുള്ള ഒരു ആഘോഷമാണ് തിരുവോണം. ഒരു കുഞ്ഞ് ഒരു വിഗ്രഹം നമ്മൾ മണ്ണിൻ്റെ ഇതുപോലെ ഉണ്ടാക്കിയത് പടിക്കൽ കൊണ്ടുവയ്ക്കും. ഇവിടെയൊക്കെ അങ്ങനെ പടിക്കൽ കൊണ്ടുവന്ന് വയ്ക്കാറുണ്ടോ? വീടിൻ്റെ പടിക്കൽ, വീടിൽ ഇതെല്ലാണ്ട് തിരി നീക്കി ഞങ്ങളുടെ അവിടെയൊക്കെ വയ്ക്കാറുണ്ട് പടിക്കൽ. അതെന്താണെന്ന് വെച്ചാൽ ഇതാണ് സങ്കല്പം. വാമനമൂർത്തി നമ്മുടെ ഗൃഹത്തിന് കാവലായിട്ട് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ഈ ഗൃഹത്തിന് കാവലായിട്ടുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഉള്ളിൽ അഹങ്കാരവും ഒന്നും ഇല്ലാണ്ട് ഇപ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? അഹങ്കാരമാണ് എപ്പോഴും നശിപ്പിക്കണേ. അപ്പം അഹങ്കാരത്തിനെ ഇല്ലാണ്ടാക്കാൻ നമ്മുടെ ആ പ്രവൃത്തികൾ എന്തെങ്കിലും ചെറിയതോ നമ്മളെ ഇതാക്കാൻ, നമ്മുടെ ശത്രുക്കളൊന്നും പുറമേ ഇല്ല, നമ്മുടെ ഉള്ളിലാണ്, അല്ലേ? കാമക്രോധം, ലോഭം, മതം, മാത്സര്യം എന്നിട്ട് കുറേ ശത്രുക്കൾ നമ്മുടെ ഉള്ളിലുണ്ട്. ആ ശത്രുക്കളെയൊക്കെ ഇല്ലാണ്ടാക്കാനാണ് ഈശ്വരനെ ആശ്രയിക്കണേ. അല്ലാണ്ട് പുറമേയുള്ള ശത്രുക്കളെ ഒന്നല്ല. അവരൊന്നും ശത്രുക്കളല്ല. നമ്മൾ നന്നായാൽ നമുക്ക് ശത്രുക്കളൊന്നുമില്ല. നമ്മളുടെ ആ ശത്രുക്കളെ ഇല്ലാണ്ടാക്കാൻ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ആ മനസ്സ് ശുദ്ധമാക്കാൻ, ഹൃദയം പരിശുദ്ധമാക്കാനാണ്. അതിനു വേണ്ടിയിട്ടാണ് അതാ ഭഗവാനെ. പിന്നെ തിരുവോണ ദിവസങ്ങളിൽ നമ്മൾ കേരളത്തിലെ ആഘോഷമായിട്ടാണ് അതിനെ കൊണ്ടാടുന്നത്. കേരളത്തിൽ ഇങ്ങനെ ഒരു ആഘോഷം വരാനുണ്ടായ കാരണം ഈ മഹാബലി കേരളം ഭരിച്ചത് കൊണ്ടല്ല. കാരണം മഹാബലി കേരളമല്ല ഭരിച്ചത്. ഈ മഹാബലിയുടെ ഈ യജ്ഞം നടന്നത് തന്നെ ഗുജറാത്തിനടുത്തുള്ള ആ സ്ഥലത്താണ്, ബറൂച്ച് എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെയാണ് ബൃഹുകക്ഷം എന്നാണ് അതിന് പണ്ടുണ്ടായിരുന്ന പേര്. അവിടെ വച്ചിട്ടാണ് യജ്ഞം നടത്തിയത്. അവിടേക്കാണ് ഈ വാമനമൂർത്തി എഴുന്നള്ളി ചെന്നത്. അപ്പം അവിടെ വച്ച് നടന്ന അത് പിന്നെ എങ്ങനെയാണ് കേരളത്തിന് ഒരു വന്നു ചേർന്നത് വെച്ചാൽ, പണ്ട് കാലത്ത് രാജ്യഭരണകാലത്ത് കേരളം ഭരിച്ചിരുന്ന രാജാവ് വാമനമൂർത്തിയുടെ ആ ഉപാസകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരദേവതയായിരുന്നു വാമനമൂർത്തി. തൃക്കാക്കര അവിടെയാണ് ആ തൃക്കാക്കര ആ ക്ഷേത്രം. അപ്പോൾ തൃക്കാക്കര അപ്പനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തി. അപ്പോൾ ഓണത്തിന് ഉത്സവം പോലെ 10 ദിവസം മുമ്പ് തൊട്ട് പൂക്കളിട്ടിട്ട് ഓരോരുത്തരും ആഘോഷിക്കണം, കേരളത്തിലുള്ളവരെല്ലാവരും ആഘോഷിക്കണമെന്ന് രാജാവിൻ്റെ വിളംബരമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ആ ക്ഷേത്രത്തിലേക്ക് വരാൻ പറ്റാത്തവരുണ്ട്. ഓരോരുത്തരും അവരുടെ ഗൃഹത്തിൽ മണ്ണുകൊണ്ട് ആ ഭഗവാന്റെ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അവിടെ ഉത്സവം ആഘോഷിക്കണം. ഓരോ ദിവസവും നമ്മൾ പൂക്കളം ഇടണത് എന്തിനാ? ആ പൂക്കളം അവിടെ ശുദ്ധിയാക്കിയിട്ട് ചാണകമൊക്കെ മെഴുകി ശുദ്ധിയാക്കി പൂവിട്ടിട്ട് ഭഗവാൻ ഇരിക്കാനുള്ള തൽപ്പം ഒരുക്കുകയാണ് ചെയ്യണത്. അങ്ങനെയാണ് 10-ാം ദിവസം ഭഗവാൻ എഴുന്നള്ളി വന്ന് അവിടെ ഇരിക്കുന്നു. ആ ഭഗവാനെ നമ്മൾ പൂജിക്കുന്നു. ഇതൊക്കെയാണ് ഈ ഓണത്തിൻ്റെ സങ്കല്പം. പിന്നീട് ഭരണങ്ങളൊക്കെ മാറി സാമൂതിരിമാരായി, കോലത്തിരിയൊക്കെയായി. അങ്ങനെ വന്നപ്പോൾ പിരിഞ്ഞപ്പോൾ പല വിധത്തിലുള്ള ആചാര്യങ്ങളൊക്കെ മാറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കേരളത്തിൻ്റെ ദേശീയാഘോഷമായിട്ട് ഇന്നും ആ ഓണം കൊണ്ടാടണമെന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു ചരിത്രമായിട്ടൊക്കെ പറയണത്. അത് നമ്മുടെ ഒരു മഹാഭാഗ്യം. നമുക്ക് എല്ലാവർക്കും അവരവരുടെ ഗൃഹങ്ങളിൽ വെച്ച് ഭഗവാനെ പൂജിക്കാൻ, മണ്ണുകൊണ്ട് സ്വയം ഉണ്ടാക്കി പൂജിക്കാനായിട്ട് ഒരു
അവസരം ഭഗവാൻ നമുക്ക് കൽപ്പിച്ചു തന്നു. അത് ഭഗവാന്റെ അപാരമായ കാരുണ്യാണ്. അതെങ്ങനെയാ? ജാതി ഭേദ മതമന്യേ എല്ലാവരും ഇതിൽ പങ്കെടുക്കണം എന്നാണ് മഹാരാജാവ് പറഞ്ഞത്. അപ്പം നമ്മളുടെ പല വിധത്തിലും നമ്മളുടെ ഉള്ളിൽ ഈ ഒരു വഴക്കാണ് അല്ലേ, ജാതി ഭേദം മതം ങ്ങളൊക്കെ ആയിട്ട് വഴക്ക്. അതൊന്നുമല്ല, മനുഷ്യൻ ആയാൽ മതി, നമുക്ക് മനുഷ്യനായാൽ മതി. നന്നായാൽ, കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത്, നന്നായാൽ ഒന്നായി, ഒന്നായാൽ നന്നായി. അപ്പോൾ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ആഘോഷിക്കുക. നമ്മളെ ആരൊക്കും പുറമേ നിന്ന് ഓരോരുത്തരുടെയും വിശ്വാസം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് കൃഷ്ണനെ ഇഷ്ടമാവും, കൃഷ്ണനെ പൂജിക്കുന്നുണ്ട്. ഒരാൾക്ക് വിഷ്ണുവിനെ ഇഷ്ടമാവും, വിഷ്ണുവിനെ പൂജിക്കുന്നുണ്ട്. ഭഗവതിയെ പൂജിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഓരോ മറ്റും മതം എന്ന് പറഞ്ഞ് വേർതിരിക്കുകയൊന്നും വേണ്ട. അവർക്ക് അതാണ് തോന്നണത് വെച്ചാൽ അവരത് പൂജിച്ചോട്ടെ, അവരവരുടെ ആ നിഷ്ഠയിൽ ജീവിച്ചോട്ടെ. അവരെ സ്നേഹിക്കാൻ നമുക്ക് സ്നേഹിച്ചൂടെ? അവരെ സ്നേഹിക്കാൻ എന്തിനാ നമുക്ക് ഇതുപോലെ അതിർവരമ്പുകളൊക്കെ? സ്നേഹമാണ് ഈശ്വരൻ അല്ലേ? യേശുദേവനും അതല്ലേ പറഞ്ഞത്, തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട ആരെയാണെന്ന് അറിയുമോ? നമ്മളെ മാത്രമാണ്. നമ്മൾ പറയുള്ളൂ, എനിക്ക് എൻ്റെ ഭാര്യയാണ് ഇഷ്ടം, മക്കളെയാണ് ഇഷ്ടം, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്, അങ്ങനെയെന്നൊക്കെ പറയും. പക്ഷെ പ്രത്യക്ഷത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാം അല്ലേ, നമുക്ക് ആരെ ഇഷ്ടം എന്ന്. നമുക്ക് അതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ മതി. ഇപ്പോൾ ഭാര്യയാണ് അല്ലെങ്കിൽ ഭർത്താവാണ്, ഭാര്യയ്ക്ക് വേണ്ട പോലെയൊക്കെ ചെയ്തു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന് വേണ്ട ഇഷ്ടത്തിനൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർ തമ്മിൽ പരസ്പരം അത്ര ഇഷ്ടത്തിലാണ്. ഒരിക്കൽ ആ ഭർത്താവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഭാര്യ ചെയ്തു, അതല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഭർത്താവ് ചെയ്തു. അവിടെ പോയി ആ സ്നേഹം. അപ്പോൾ അവനവന് സുഖം ഉണ്ടാവണോണ്ടാണ് ഭാര്യ സുഖത്തിൽ നിൽക്കണു, അല്ലെങ്കിൽ ഭർത്താവ് സുഖത്തിൽ നിൽക്കണു. അപ്പോഴാണ് തോന്നണേ, അങ്ങനെ അത് തോന്നണേ. അപ്പോഴും അവനവൻ ആഗ്രഹിക്കുന്ന അവനവൻ്റെ സുഖത്തിന്, അവനവൻ്റെ സന്തോഷത്തിനാണ്. അതിന് മറ്റൊരാൾ കോട്ടം തട്ടണമെന്ന് വെച്ചാൽ അവിടെ ആ സ്നേഹത്തിന് ഭംഗം വരണ്ടെന്ന് വെച്ചാൽ എവിടെയാണ് ആ ഒരു സ്നേഹം? നമുക്ക് നമ്മളെ മാത്രമേ സ്നേഹമുള്ളൂ, ആരെയും സ്നേഹമില്ല, അവനവനെ മാത്രം. അതുകൊണ്ടാണ് തന്നെപ്പോലെ തന്നെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ യേശുദേവൻ പറഞ്ഞത്. തന്നെ എങ്ങനെയാണോ അവനവനെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ. നമ്മൾ പറയില്ലേ, അടുത്തു നിൽക്കും അനുജനെ കാണാൻ അക്ഷികളില്ലാത്തോൻ അരൂപൻ ഈശ്വരൻ അദൃശ്യനെങ്കിൽ അതിലെന്താ ആശ്ചര്യം? സ്വന്തം നമ്മുടെ കൂടെ നടക്കുന്നവരുടെ ഉള്ളിൽ അവരെ സഹോദരനെ പോലെ അവരെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കില്ല എന്ന്. പിന്നെ എങ്ങനെ ഈശ്വരനെ സ്നേഹിക്കാൻ ആരോടും? എല്ലാവരെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരോടും അങ്ങനെ മനസ്സുകൊണ്ട് നമുക്ക് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ സാധിക്കും. അവരങ്ങനെയാണ്, ഇവരെങ്ങനെയാണ്, അവർ നമ്മളോട് ഇങ്ങനെ പെരുമാറി, അത് അവരുടെ കാര്യം. ആരെ എങ്ങനെയായാലും മനസ്സുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ, അതിന് ആരോടും പറയേണ്ട, ഒരാളെ അറിയിക്കുകയൊന്നും വേണ്ട. ഞാനിപ്പോൾ ഒരാളെ സ്നേഹിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് അവരെ അറിയിച്ചുകൊണ്ട് സ്നേഹിക്കുമ്പോൾ, ഞാൻ സ്നേഹിക്കുന്നത് ആ സ്നേഹിക്കുന്ന ആൾ അറിയണം എന്നുള്ളൊരു ഭാവം വരുമ്പോൾ അവിടെയും വന്നു അല്ലേ? അങ്ങനെ അതും കൂടി വേണ്ടെന്നാണ് പറയണത്. എല്ലാവരുടെ ഉള്ളിലും ആത്മാവായിട്ടിരിക്കേണ്ട ഈശ്വരനാണ്. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക. മറ്റൊരാൾ സന്തോഷിക്കുമ്പോൾ അവരുടെ ഉള്ളിലിരുന്ന് സന്തോഷിക്കേണ്ട ഈശ്വരനാണ്. നമുക്ക് ഒത്തൊരുമിച്ച് എല്ലാ കാര്യത്തിനും, എന്ത് കാര്യം ഉണ്ടെങ്കിലും പണ്ട് കാലത്തൊക്കെ നമുക്കത് നല്ലോണം അനുഭവിച്ചിട്ടുള്ളതാണ്. ഒരു കല്യാണം ഉണ്ടാകുമ്പോൾ, ഒരു വിശേഷം ഉണ്ടാകുമ്പോൾ അങ്ങനെ ജാതിയൊന്നും ഇല്ലാണ്ട് എല്ലാവരും തലേ ദിവസം തന്നെ വരണു, അവിടെ എല്ലാവരും ഒത്തുചേരണു, എല്ലാവരും കൂടി പണിയെടുക്കണു. അങ്ങനെയൊക്കെ നമ്മൾ അവിടെ എവിടെയാണ് ജാതിയും മതമൊക്കെ ഉണ്ടായേ, എല്ലാവരും ഒരു വീട്ടുകാരെ പോലെ. അപ്പോൾ നമുക്ക് കല്യാണത്തെക്കാളും കൂടുതൽ നമ്മൾ ആസ്വദിച്ചിട്ടുള്ളത് കല്യാണ തലേന്നുകളായിരുന്നു. ഇന്ന് സ്വന്തം വീട്ടിലുള്ളവർ ഓരോ ഓണത്തിന് ഒരു വീട്ടിൽ അച്ഛനോ അമ്മയോ ഇരിക്കും, കാത്തിരിക്കും. ഇന്ന് വരുമോ മക്കൾ വരുമോ എന്ന് ചോദിച്ച് കാത്തിരിക്കുന്നു വയസ്സായ അച്ഛനമ്മമാർ. അതുപോലെ ജോലിക്കൊക്കെ പോണവരാണെങ്കിൽ ജോലി ഇപ്പോൾ 24 മണിക്കൂറും ജോലിയാണല്ലോ. അങ്ങനെയുള്ളവരാകുമ്പോൾ അതുമില്ല. എവിടെയാണ് സന്തോഷം? ഇതൊക്കെ കുറേ പട്ട് വസ്ത്രങ്ങൾ, പുതിയ വസ്ത്രങ്ങൾ ധരിച്ചത് കൊണ്ടോ കുറേ ആഹാരങ്ങൾ ഉണ്ടാക്കി കഴിച്ചത് കൊണ്ടോ സന്തോഷമൊന്നും ഉണ്ടാവില്ല. ആ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ. അതൊന്നുമല്ല ആഘോഷം, അതൊന്നുമല്ല ഓണം. അപ്പോൾ ആ സ്നേഹം ഉണ്ടാവണമെങ്കിൽ
സ്നേഹം എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഈശ്വരഭാവത്തിനെ നമ്മൾ ഉപേക്ഷിച്ചു. അതുതന്നെയാണ് ഭഗവാൻ. ഈശ്വരനാണ് സ്നേഹം. ആ ഈശ്വരനെ നമ്മൾ അകറ്റി നിർത്തിയപ്പോൾ സ്നേഹവും നമ്മുടെ ഉള്ളിൽ നിന്ന് അകന്നു പോയി. എല്ലാവർക്കും പരസ്പരം സ്നേഹിക്കാൻ സാധിക്കണം. അത് ആ മനസ്സ് പരിശുദ്ധമാവണം. രോഗങ്ങൾ, ദുരിതങ്ങളായിട്ട് ഒരുപാട് കഷ്ടപ്പെടണം. ആ കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ രക്ഷ നേടണമെങ്കിൽ മനസ്സിന് ശാന്തി, സമാധാനം ഉണ്ടാവണം. മനസ്സ് പരിശുദ്ധമാവണം. മനസ്സ് ഈശ്വരനോടടുക്കണം. അതിന് ഈ കലികാലത്ത് ഒരേ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ: നാമജപം. നാമജപത്തിനേക്കാൾ അപ്പുറത്തായിട്ട് ഒന്നുമില്ല. ഒരുപാട് പേർക്ക് അനുഭവമുള്ളതാണത്. നമ്മൾ കുറച്ച് കാലം നാമം ജപിച്ചിട്ട് പറയാം, എത്ര കാലമായി നാമം ജപിക്കണോ, എന്നിട്ട് എന്താ അതിലൊരു ഫലമില്ല, അതൊക്കെ വെറുതെ പറയാന്ന്. ഒന്നും വെറുതെ പറയല്ല. ഓരോ അനുഭവവും നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് വരുന്നതാണ്. ഈ ജന്മം ചെയ്തത് മാത്രമല്ല, പൂർവ്വജന്മങ്ങൾ ചെയ്ത, ജന്മജന്മാന്തരങ്ങൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങളായിട്ടാണ് നമ്മൾ ഓരോന്നും അനുഭവിക്കുന്നത്. ജന്മങ്ങളുണ്ടോ, കഴിഞ്ഞ ജന്മം ഉണ്ടായിരുന്നോ, എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കും. ശരിക്കും ഉണ്ടായിരുന്നു എന്ന് പലതും നമ്മൾക്ക് തെളിവ് നമ്മുടെ അനുഭവങ്ങളിലൂടെ വരും. പൂർവ്വജന്മത്തിൽ ഉണ്ടായ ആ കർമ്മവാസനകൾ ഈ ജന്മം നമുക്ക് അനുഭവിക്കണത് കാണാം. പൂർവ്വജന്മത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് ജനിച്ച് വീഴുന്ന കുഞ്ഞുങ്ങളിൽ വരുന്ന ആ ഓരോ വികലതകൾ കാണുമ്പോഴേക്കും എന്ത് തെറ്റ് ഈ കുട്ടി ചെയ്തട്ടാ. പക്ഷെ അപ്പം നമുക്കറിയാം എവിടെയോ ഒരു പാളിച്ച പറ്റിയിട്ടുണ്ട്, അതിനൊരു സമയം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ്. അപ്പം നമുക്ക് നമ്മളുടെ അച്ഛനമ്മമാർ പകർന്നു തന്നിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളെയൊക്കെ നമ്മൾ ഉപേക്ഷിച്ചു. പണ്ട് കാലത്തുണ്ടായിരുന്ന നമ്മുടെ ആ സൗഹൃദമൊക്കെ നമ്മൾ ഉപേക്ഷിച്ചു. പരസ്പരം അടുത്ത വീടുകളിൽ ആര് താമസിക്കുന്നു ഒന്നും നമുക്കറിയാണ്ട എല്ലാം ഉപേക്ഷിച്ചു നമ്മൾ. എന്നിട്ട് എന്താ നേടണേ? അവരവരുടെ ഗൃഹങ്ങളിൽ സന്തോഷമുണ്ടോ, സമാധാനമുണ്ടോ? അച്ഛനും അമ്മയും മക്കളും കൂടെ അവർ തമ്മിൽ ഐക്യമുണ്ടോ? അവർ തമ്മിൽ വഴക്കല്ലേ, വക്കാണല്ലേ? എവിടെയാണ് നമുക്കിത് പിഴ പറ്റിയത്? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ പേര് തെരുവീതിയിലിരുന്ന് ഉറക്കെ ശരണം വിളിച്ചു. എന്താണ് അങ്ങനെ ഒരവസ്ഥ വന്നെത്തിയത്? അവനവൻ്റെ വീടുകളിൽ സന്ധ്യ നേരത്ത് വിളക്ക് കൊളുത്തി വെച്ചിരുന്ന് നാമം ജപിക്കാനായിട്ട് നമ്മൾ ആ നാമജപത്തെ ഉപേക്ഷിച്ചത് കൊണ്ട് ഇങ്ങനെ വേണ്ടി വന്നു. എന്നിട്ടും അത് ഒരു പ്രഹസനം മാത്രമായി തീരല്ലേ ചെയ്യണേ. ഓരോ അനുഭവം കൊണ്ടും നമ്മൾ പഠിക്കുന്നുണ്ടോ? പ്രളയം നമ്മളെ എന്ത് പഠിപ്പിച്ചു? കോവിഡ് മഹാമാരി നമ്മളെ എന്ത് പഠിപ്പിച്ചു? ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഒന്നും പഠിപ്പിക്കുന്നില്ല നമ്മളെ. അതാണ് നമുക്ക് സങ്കടം വരുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ആ ഉള്ളിലുള്ള ഐശ്വര്യഭാവം ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്നതാ, ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്നിരിക്കുമ്പോൾ പോലും നമ്മൾ പറയുകയാണ് എല്ലാവരോടും ഉറക്ക നാമം ജപിക്കൂ കേട്ടോ, നാമം ജപിക്കുക എന്നുള്ളത്. കലിസന്ധരണ ഉപനിഷത്ത് മന്ത്രമാണ് ഇവിടെ ജപിച്ചത്. അപ്പോഴും നമുക്ക് സംശയമാണ്, ഞാൻ ജപിക്കണോ? നമ്മുടെ ആ അഭിമാനം, ദുരഭിമാനം, അഹങ്കാരം, ഞാൻ എന്നുള്ള ഭാവം ഒന്നും നമ്മുടെ ഉള്ളിൽ ഈ ക്ഷേത്രാങ്കണത്തിൽ പോലും വെച്ച് നമുക്ക് വിട്ടുമാറണില്ല. കണ്ണടച്ചിരുന്ന് ജപിച്ചു നോക്കൂ, ആരും നമ്മളെ കാണണില്ല എന്നുള്ള ഭാവത്തിൽ കണ്ണടച്ച് ജപിച്ചാൽ എല്ലാവർക്കും ഈ ഒരു വേദിയിൽ വന്നിട്ട്, ഒരു ക്ഷേത്രത്തിൽ വന്നിട്ട് ജപിക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എവിടെ ഇരുന്നാലാണ് നമുക്ക് നാമം ജപിക്കാൻ സാധിക്കുക? ഇവിടെ ഇരുന്നിട്ട് എല്ലാവരും കൂടിയിട്ട് 10 നാമം ജപിച്ചാൽ 10,000 നാമം ജപിച്ചതിൻ്റെ സുഹൃതാണെന്നാണ് പറയുക. അത് ഫിക്സഡ് ഡെപ്പോസിറ്റാണ്. അത് ഒരിക്കലും അതിൽ നിൻ്റെ ആ മൂല്യം കുറയില്ല. അത് ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ ആ ജപങ്ങളൊക്കെ ഉപേക്ഷിച്ചതിൻ്റെ ബാക്കി പത്രങ്ങളായിട്ടാണ് ഓരോന്നും നമുക്ക് അനുഭവമായിട്ട് വരുന്നത്. അപ്പം അതുകൊണ്ട് എന്താ പറഞ്ഞാൽ, ഈ തിരുവോണത്തെ പറ്റിയിട്ട് പറയണു. ഭഗവാൻ ഇവിടെ ആ ബാലനരസിംഹം ബാലഭാവത്തിലാണ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത്. ആ ഉണ്ണിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ഇഷ്ടമാവും ആ ഉണ്ണിക്ക് നാമജപം. ആ ബാലഭാവത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും അടുത്ത് നമുക്ക് ഭദ്രം തരാനായിട്ട്. പക്ഷെ ആ ബാലഭാവമാണെങ്കിലും നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കാമക്രോധാദി ശത്രുക്കളെ നശിപ്പിക്കാൻ
ഉഗ്രഭാവത്തിൽ വന്ന് നശിപ്പിക്കാനൊക്കെ കഴിവുള്ള അത്യത്ഭുതമായിട്ടുള്ള ആ ഭഗവാൻ, ആ നരഹരി രൂപനായിട്ടുള്ള സാക്ഷാൽ ആ ശ്രീമൻ നാരായണൻ തന്നെയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും നാമം ജപിക്കുക. ഇവിടെ ഈ ഒരു ക്ഷേത്രാങ്കണത്തിൽ എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ നിങ്ങൾക്ക് സാധിക്കണവരൊക്കെ അവിടെ വന്നിരുന്ന് നാമം ജപിക്കുക. നാമം ജപിക്കണതിന് പ്രത്യേകതയുണ്ട്. ബാക്കി എല്ലാത്തിനേക്കാളും പ്രത്യേകതയാണ് നാമം ജപിക്കണത്. കാരണം നമ്മുടെ ആ കർമ്മ പ്രാരാബ്ധങ്ങൾ തീർന്നു പോകാൻ നാമജപത്തിനെ സാധിക്കുള്ളൂ. ആ നാമജപം കൊണ്ട് മാത്രമേ അത് സാധിക്കുള്ളൂ. അതിനാണ് കലിസന്തരണ ഉപനിഷത്ത് മന്ത്രം. ഈ മന്ത്രത്തിന് മറ്റൊരു മഹത്വം കൂടിയുണ്ട്, അധികം പേർക്കും അറിയാത്തൊരു മഹത്വം. രാസലീല എന്ന് കേട്ടിട്ടുണ്ട്, രാസക്രീഡ എന്ന് കേട്ടിട്ടുണ്ടാവും. അധികം ആൾക്കാർക്ക് അറിയില്ല രാസക്രീഡ എന്താണെന്ന്. കണ്ണനും ഗോപികമാരും കൂടി ചെയ്ത നൃത്തം എന്ന് പറയും നമ്മൾ. അപ്പോൾ കുറേ സ്ത്രീകളോട് കൂടി പരിഹസിച്ചും പറയും ആൾക്കാർ, കുറേ സ്ത്രീകളോട് കൂടിയിട്ട് കണ്ണൻ ചെയ്ത നൃത്തം എന്ന്. അതിൻ്റെ തത്വം ഒന്നും നമുക്ക് മനസ്സിലാക്കിയിട്ടില്ല. ഈ ഹരേ രാമ മന്ത്രത്തിലെ പേര് ഹരേ രാമ എന്ന് അതിൽ 8 നാമങ്ങൾ, പിന്നെ ഹരേ കൃഷ്ണ എന്നുള്ള 8 നാമങ്ങൾ. അത് ഈ രാസക്രീഡയുടെ മന്ത്രരൂപമാണ്. ഹരേ എന്ന് പറയുമ്പോൾ ആ രാധയാണ്, പരമപ്രേമമാണ്. രാമ എന്നുള്ള ശബ്ദത്തിനെ രമിപ്പിക്കുന്നവൻ എന്നൊരർത്ഥമുണ്ട്. അതായത് നമ്മളെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നവൻ. അതുപോലെ രാമ എന്ന് പിന്നെയും ആവർത്തിക്കണതിന് വേറൊരർത്ഥമുണ്ട്, രമിക്കുന്നവൻ. എന്തിൽ രമിക്കുന്നു? ആ പരമമായ പ്രേമത്തിൽ രമിക്കുന്നവൻ. അപ്പം ഏതിലാണ് ഭഗവാൻ സന്തോഷിക്കുക? നമ്മുടെ സ്നേഹത്തിലാണ്. നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നത് കാണുമ്പോൾ ഈശ്വരൻ സന്തോഷിക്കും. സ്നേഹത്തിലാണ് ഈശ്വരൻ സന്തോഷിക്കുക, നമ്മുടെ മനോഭാവത്തിലാണ് ഈശ്വരൻ സന്തോഷിക്കുക. ഇവിടെ ധാരാളം വസ്തുക്കൾ ഇവിടെ കൊണ്ടുവന്ന് ഈ സമർപ്പിക്കുക എന്നുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് നല്ലതാണ്. ധനമായിട്ടൊക്കെ സമർപ്പിക്കാം, അത് നല്ലതാണ്. അത് ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക്, ആ ക്ഷേത്രത്തിലെ പൂജയൊക്കെ വേണ്ട വിധത്തിൽ നടക്കുമ്പോൾ അവിടെയുള്ള ചൈതന്യം വർദ്ധിക്കും. അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം നമുക്ക് ഓരോരുത്തർക്കും അനുഭവമാവണം. ഈ ഗ്രാമത്തിന് അനുഭവമാവണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇവിടെ ഇരുന്ന് നാമം ജപിക്കുക തന്നെ വേണം. അല്ലാണ്ട് ഒരു രക്ഷയില്ല. നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം നാമജപമാണ്. എന്ത് രോഗങ്ങളായിക്കോട്ടെ, ദുരിതങ്ങളായിക്കോട്ടെ, എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ആ നിറഞ്ഞു നിൽക്കുന്ന ഈ ചൈതന്യം നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മളിവിടെ ഇരുന്ന് ഉറക്ക നാമം ജപിക്കണം. സർവ്വചരാചരങ്ങൾക്കും നാമം ജപിക്കണം, ഉറക്ക നാമം ജപിക്കണം എന്നാണ് പറയുക. അപ്പോൾ ഈ രാസക്രീഡ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഗോപികമാരുടെ കാര്യം പറയണ്ടേ. ഗോപികമാർ ഭഗവാനിൽ മാത്രം രമിച്ചവരായിരുന്നു. ഭഗവാനെ മാത്രമേ അവർക്ക് വേണ്ടുള്ളൂ. ആ ഭഗവാന്റെ അടുത്തേക്ക് അവർ ചെന്ന സമയത്ത് ആ ഭഗവാന്റെ ആ രൂപത്തിൽ അവർക്കൊരു രമണം വന്നു, ശ്രീകൃഷ്ണൻ്റെ രൂപത്തിൽ. അപ്പോൾ രൂപമല്ല, സർവപ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ഞാൻ എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ മറഞ്ഞു പോയത്. അപ്പോൾ ആ ഭഗവാൻ അങ്ങനെ മറഞ്ഞു പോയ ആ ഒരു അവസരത്തിൽ ഗോപികമാരെല്ലാവരും കൂടി നാമം ജപിച്ച് അവർക്ക് മനസ്സിലായി അഖിലദേഹിനാം അന്തരാത്മദൃക് എന്നുള്ള സത്യം ബോധ്യപ്പെട്ടു. എല്ലാവരുടെ ഉള്ളിലും അന്തരാത്മാവായിരിക്കുന്ന ആ ചൈതന്യമാണ് ഇത് എന്നുള്ള ബോധ്യപ്പെട്ടു. ആ ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ പണ്ടത്തെ പോലെ കോടി മന്മഥനായിട്ട് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഓരോ ഗോപികമാർക്കും തോന്നി ആ കൃഷ്ണനുണ്ട് എന്ന് അനുഭവപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, അതിൻ്റെ ഒരു പരമാർത്ഥം എന്താണെങ്കിൽ ഓരോ ജീവനും അവരുടെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്ന ആ ഭഗവാനെ സാക്ഷാത്കരിച്ചു. അപ്പോൾ ആ ജീവൻ ആത്മാസാക്ഷാത്കാരമുണ്ടായതാണ് രാസക്രീഡ, അല്ലാണ്ട് ഒന്നുമല്ല. അതാണ് അതിൻ്റെ തത്വം. ഒരു ജീവന് ആത്മസാക്ഷാത്കാരമുണ്ടായി, അതാണ് ആ രാസക്രീഡ എന്ന് പറയുന്നത്. ഭഗവാൻ അംഗീകരിച്ച സത്യം. അപ്പോൾ ആ രാസക്രീഡയുടെ മന്ത്രരൂപമാണ് ഹരേ രാമ മന്ത്രം, കലിസന്തരണ ഉപനിഷത്ത് മന്ത്രം. ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാവാൻ നിത്യോപാസന ചെയ്യേണ്ട മന്ത്രം. എന്ത് നിങ്ങൾക്ക് ദുഃഖം വന്നിട്ട് അനുഭവമായിട്ടിരിക്കുന്നുണ്ടോ, നിങ്ങൾ നാമം ജപിച്ച് നോക്കൂ. ശരിക്കും ആത്മാർത്ഥമായിട്ട് നാമം ജപിച്ച് നോക്കൂ, ശരിക്കും അതിന് വ്യത്യാസം ഉണ്ടാവും. അനുഭവം കൊണ്ട് പറയാണ്, ധാരാളം അനുഭവങ്ങളുണ്ട്, അനുഭവങ്ങളെ കൊണ്ടാണ് പറയണത്.
സ്വയം അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് പറയണം. നല്ല നമുക്ക് അത്രയും മനസ്സ് ശാന്തമായിട്ട് നമുക്ക് ആ ഏതൊരു ഘട്ടത്തെയും തരണം ചെയ്യാനായിട്ടുള്ള സാധിക്കും എന്നുള്ളത് ഉറപ്പ് തരികയാണ്. നാമം ജപിക്കണോണ്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് ഇത്രയും വലിയ ഈ ഒരു സദസ്സിലിരുന്നിട്ട് നിങ്ങളുടെയൊക്കെ മുന്നിലിരുന്നിട്ട് ഇന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്? തിരുവോണത്തിൻ്റെ കഥകൾ പറഞ്ഞു, കുറൂരമ്മയുടെ കാര്യം പറഞ്ഞു, നരസിംഹമൂർത്തിയുടെ കാര്യം പറഞ്ഞു. എല്ലാ കഥകളും ഒന്ന് തൊട്ടുതൊടിയിച്ച് വന്നു. അത് പറയാനായിട്ട് ഭഗവാൻ തന്ന അനുഗ്രഹത്തിൻ്റെ മുമ്പിലും അതിന് നിമിത്തമായിട്ട് എന്നെ ഇവിടെ ക്ഷണിച്ചവരുടെ മുമ്പിലൊക്കെ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാ വ്യാഴാഴ്ചയും മുടങ്ങാണ്ട് ഇവിടെ വന്നിരുന്ന് എല്ലാവരും നാമം ജപിക്കണം. അതുപോലെ നമ്മൾ പറഞ്ഞ് മറക്കരുത്. അഹങ്കാരം എപ്പോഴെങ്കിലും ഉള്ളിൽ തോന്നുമ്പോൾ അത് ഭഗവാനോട് പ്രാർത്ഥിക്കണം. ഭഗവാനെ ഉള്ളിൽ അഹങ്കാരം ഉണ്ടാക്കരുത്. പരസ്പരം സ്നേഹിക്കാൻ, നമുക്കെല്ലാവരെയും സ്നേഹിക്കാനായിട്ട് അവിടെ യാതൊരു അതിർവരമ്പുകളും വേണ്ട. സ്നേഹത്തിന് മുമ്പിൽ ആത്മാർത്ഥമായിട്ട്, നിഷ്കപടമായിട്ട്, നിസ്വാർത്ഥമായിട്ട്, നിഷ്കളങ്കമായിട്ട് സ്നേഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഇനി നടക്കാൻ പോകുന്ന നാമജപങ്ങളുടെ മുന്നോടിയായിട്ട് കുറച്ച് സമയം എല്ലാവർക്കും ഉറക്കെ നാമം ജപിച്ചുകൊണ്ട്, കാരണം ഉറക്കെ നാമം ജപിക്കണത് ഇവിടെയുള്ള ഈ പ്രദേശത്ത് ഉള്ള സർവ്വചരാചരങ്ങൾക്കും, ഉറുമ്പ്, ഈച്ച, പുഴുക്കൾ, കണ്ണിന് പോലും കാണാത്ത പ്രാണികൾക്കൊക്കെ സാക്ഷാത്കാരം കിട്ടണത് ഒരു പക്ഷേ ആ നാമജപം കൊണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഒരു നിമിത്തമായാൽ നമ്മൾ നാമം ജപിക്കുമ്പോൾ അങ്ങനെ ആ ജീവനൊരു സാക്ഷാത്കാരം കിട്ടി ആ ജീവൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാവും. അപ്പം നമ്മളുടെ ഏതെങ്കിലും വിധത്തിലുള്ള കർമ്മപ്രാരാബ്ധങ്ങൾ നമുക്ക് ദോഷമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു അനുഗ്രഹം കൊണ്ട് നമുക്കത് ഇല്ലാണ്ടായിട്ട് തീരും. അപ്പം നമ്മുടെ നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ കുറേ തീരും. അതുകൊണ്ടാണ് ഉറക്ക നാമം ജപിക്കാൻ പറയണേ. എല്ലാവരും ഉറക്ക നാമം ജപിക്കണം. എല്ലാവർക്കും ഉറക്ക നാമം ജപിക്കാൻ മടിയുണ്ടോ? ഉറക്ക നാമം ജപിക്കണേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഉറക്കെ ജപിക്കൂ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ആരുടെ ഒച്ച കേൾക്കാനില്ലല്ലോ. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദൻ എന്നുള്ള പദം നമ്മളെ ഉയർത്തുന്നവനാണ്. നമ്മുടെ മനസ്സിനെ ഉയർത്തുക. നമ്മുടെ മനസ്സിലെ പല വിധത്തിലുള്ള അജ്ഞാനങ്ങളെ കൊണ്ട് മനസ്സ് താഴ്ന്നു കിടക്കുമോ. അപ്പോൾ ആ മനസ്സിനെ ഉയർത്തുന്ന ആളാണ്. ഗോവർദ്ധന പർവ്വതം ഉയർത്തിയ പോലെ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിനെ ഉയർത്തിയിട്ട് സുതലത്തിലേക്ക് എത്തിക്കുക. അതാണ് ഗോവിന്ദനാമം. അപ്പോൾ ആ ഗോവിന്ദനെ വിളിക്കുമ്പോൾ ഉറക്കെ വിളിക്കണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമ. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കണു. ഇത്രയും സമയം ആ ഭഗവാന്റെ കഥകൾ കേട്ടുകൂടി ഇരുന്ന ഓരോരുത്തരുടെയും മനസ്സിലുള്ള എല്ലാ ചിന്തകളെയും സന്തോഷത്തെയും സങ്കടത്തെയും എല്ലാം ആ ഭഗവാന്റെ പാദത്തിൽ, നരസിംഹമൂർത്തിയുടെ പാദത്തിൽ സമർപ്പിക്കണു. ഓരോന്നും നമ്മുടെ ആ പ്രേമ പുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കണു. ഇവിടെ പറഞ്ഞ ഓരോ വാക്കുകളും ഭഗവാൻ തന്നെ പറഞ്ഞ വാക്കുകളാണ്. എങ്കിലും അത് ഇങ്ങനെ ഒരു നിമിത്തമുണ്ടാക്കി ഈ വായിലൂടെ പുറത്തേക്ക് വന്ന ഈ അക്ഷരങ്ങളെല്ലാം ഭഗവാന്റെ പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ദുഃഖങ്ങളെ കൊണ്ട്, ദുരിതങ്ങളെ കൊണ്ട്, രോഗങ്ങളെ കൊണ്ട്, മനപ്രയാസങ്ങളെ കൊണ്ടൊക്കെ കഷ്ടപ്പെടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും ഭഗവാൻ തീർത്തു തരട്ടെ. എല്ലാവരുടെ മനസ്സിലും ആ ഈശ്വരനാമം ജപിക്കാനുള്ള ഇച്ഛ ഉണ്ടാവട്ടെ. ഓരോ നാമജപത്തിലും അവർക്ക് അനുഭവമായിട്ട് തീരട്ടെ എന്നെല്ലാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വീണ്ടും വീണ്ടും നമസ്കാരം. ഇനി ഞാൻ പറയണ കാര്യങ്ങൾ എല്ലാവരും ഉറക്കെ പറയണം കേട്ടോ. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടു വലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമദീയ ജന്മം. നമ്മുടെ മനസ്സിലെ രാഗദ്വേഷങ്ങളൊന്നും ഇല്ലാണ്ട്, ആരോടും പകയും വിദ്വേഷമൊന്നും ഇല്ലാണ്ട്, രോഗങ്ങളും ദുരിതങ്ങളും അതുപോലെ മമതാബന്ധങ്ങൾ, വല്ലാണ്ടുള്ള ബന്ധം, ആരോടായാലും ഭർത്താവിനോടായാലും ഭാര്യയോടായാലും മക്കളോടായാലും അമിതമായിട്ടുള്ള മമതാബന്ധം ഉണ്ടായാൽ അത് ദുഃഖത്തിന് കാരണമാവും. നമ്മളുടെ കടമകൾ നമ്മൾ ചെയ്യുക, അതിലപ്പുറത്തേക്ക് നമ്മളൊന്നും പ്രതീക്ഷിക്കാണ്ടിരിക്കുക. കാരണം എൻ്റെ എന്നുള്ളൊരു സ്വാർത്ഥത കൂടുതലുണ്ടാകുമ്പോഴാണ്, നമുക്ക് ആ ഒരു ഇഷ്ടം കൂടുതലുണ്ടാകുമ്പോഴാണ് പലതും നമുക്കത് എൻ്റെ ആയിട്ട് ഇരിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് ആ ഇഷ്ടം വരെ അത് വളരെ ദുഃഖത്തിനും ദുരിതത്തിനൊക്കെ കാരണമാവും. അപ്പോൾ അതൊന്നും ഇല്ലാതെ കണ്ട് മരണം വരെ എനിക്ക് ജീവിക്കാൻ സാധിക്കണേ എന്നാണ് ആ പ്രാർത്ഥന. കാരണം മനസ്സമാധാനത്തോടു കൂടിയിട്ട്, അപ്പോഴേ നമുക്ക് സമാധാനം ശാന്തി ഉണ്ടാവുള്ളൂ. കുട്ടികളോടായാലും ഭർത്താവിനോടായാലും ഭാര്യയോടായാലും എല്ലാം ആയാലും. കാരണം അതൊക്കെ ഒരു പരിധി വരെ ഉണ്ടാവുള്ളൂ. ആ ജീവനാന്തൊന്നും നമ്മുടെ കൂടെ ഒന്നും ഉണ്ടാവില്ല ഭഗവാൻ അല്ലാതെ കണ്ട്. അപ്പം അതുകൊണ്ട് സർവാത്മന ഭഗവാനെ ആശ്രയിക്കുക. ഭഗവാൻ ഗോപികമാരോട് പറയുന്നുണ്ട്, സ്വന്തം ഭർത്താവിനെ പൂജിക്കുക എന്നുള്ളതാണ് സ്ത്രീകളുടെ ധർമ്മം എന്ന് പറയുന്നുണ്ട്. ആ ഭർത്താവിൻ്റെ ബന്ധുക്കളെ എന്നെല്ലാം പറയുന്നുണ്ട്. അവിടെ ആ ഭർത്താവ് എന്ന് പറയുന്നത് സാക്ഷാൽ ജഗൽപതി തന്നെയാണ്, എല്ലാ ജഗത്തിൻ്റെയും പതിയായിട്ടുള്ള ആ ഭഗവാൻ. കാരണം ആ ഭഗവാൻ മാത്രമേ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുള്ളൂ. ആ ഭഗവാനോട് ബന്ധപ്പെട്ട അവരുടെ ബന്ധുമിത്രാദികളെന്ന് പറഞ്ഞാൽ എല്ലാവരും പെട്ടു. നമ്മൾ അല്ലെങ്കിൽ നമുക്ക് സ്വാർത്ഥത വന്നു, എൻ്റെ ഭർത്താവ്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, അങ്ങനെയല്ല.
എല്ലാവരെയും സ്നേഹിക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അത് സാധിക്കട്ടെ, എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കുന്നു. രാധേശ്യാം. ഓം നമോ നാരായണായ. എല്ലാ ഭക്തജനങ്ങൾക്കും ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിലും പ്രത്യേകം നന്ദി, നമസ്കാരം. നമുക്കിത്രയും നല്ലൊരു പ്രഭാഷണം സമർപ്പിച്ച സുദർശന അമ്മയ്ക്കുള്ള പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പുരസ്കാരമായ നരഹരി പുരസ്കാരം സമർപ്പിക്കുന്നതിനും ഒപ്പം അമ്മയെ പൊന്നാടി അണിയിക്കുന്നതിനും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീ വിനോദ് മഹാദേവൻ, ശശിചേട്ടൻ, ഒപ്പം ഋഷഭ് ചന്ദ്രൻ എന്നിവരെ വിളിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 നാമം ജപിക്കും. ഹരേ രാമ ജപിക്കും. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമ്മുടെ ഇവിടെ തിരുവോണനാളിൽ വന്ന് നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട രീതിയിൽ പ്രഭാഷണം നടത്തുന്ന സുഭദ്രാമ്മയ്ക്കും അവരുടെ കൂടെ വന്നിട്ടുള്ള എല്ലാവർക്കും ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുകൂടാതെ ഇന്ന് എല്ലാവരും ഈ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി വന്നെത്തിയ എല്ലാവർക്കും അമ്പല ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ തിരുവോണൂട്ടാണ് ഇന്ന് ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസത്തിൽ തന്നെ നമ്മുടെ വന്ന് എത്തിയത് വളരെ ഒരു ഞങ്ങൾ കണക്കാക്കുന്നു. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ നമ്മുടെ ഈ ക്ഷേത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട എല്ലാവിധ സഹകരണങ്ങളും നൽകി അനുഗ്രഹിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.